നമസ്തേ. 2.5 വർഷമായി റഷ്യയും യുക്രൈനും കൊമ്പുകോർക്കുന്നു. നിരപരാധികൾ എത്ര കൊല്ലപ്പെടുന്നു, കുട്ടികൾ അനവധി ചോര വാർന്ന് നിശ്ചലമാകുന്നു. ആസ്വദിക്കുകയാണ് പലരും. അപ്പോഴാണ് നരേന്ദ്രമോദി റഷ്യയിലേക്ക് പോയി പുടിനെ ചേർത്തു പിടിച്ചത്. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്ക് അത് പിടിച്ചില്ല. രക്തദാഹിയായ ഏകാധിപതിയെ മോദി ആലിംഗനം ചെയ്തുവെന്ന് സെലൻസ്കി രൂക്ഷമായി വിമർശിച്ചു. പക്ഷേ നാളധികം കഴിയും മുൻപേ നിങ്ങളുടെ മധ്യസ്ഥത ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് തിരുത്തേണ്ടി വന്നു സെലൻസ്കിക്ക്. ഇത് യുദ്ധത്തിൻ്റെ കാലമല്ലെന്ന് പുടിനോടും ഭാരതത്തിന് നിഷ്പക്ഷ നിലപാടല്ല, സമാധാനത്തിൻ്റെ പക്ഷമാണെന്ന് സെലൻസ്കിയോടും പറഞ്ഞ മോദി പുതിയ വാതിൽ തുറന്നിട്ടു. ആ യുദ്ധം സമാധാന പാതയിലേക്ക് വഴിമാറി പുറപ്പെടാൻ ഒരുങ്ങുന്നുവെന്ന സൂചനയാണ് ഇന്നു കേട്ട വാർത്ത. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യയിലേക്ക് പറക്കാനൊരുങ്ങുന്നു. നരേന്ദ്രമോദി വിശ്വനായകൻ എന്നതിന് ഇനിയും തെളിവ് വേണോ? റഷ്യയ്ക്കും യുക്രൈനും നടുവിൽ സമാധാന സന്ദേശവുമായി ഭാരതമെത്തുമ്പോൾ തെളിയുന്നതെന്ത്? സ്വാഗതം ജനൻ ഡിബേറ്റിലേക്ക്. ചർച്ചയ്ക്കായി BJP നേതാവ് TP ജയചന്ദ്രൻ മാസ്റ്റർ, വിദേശകാര്യ വിദഗ്ധരായ TP ശ്രീനിവാസൻ, മോഹൻ വർഗീസ്, റിട്ടയർഡ് കേണൽ S ഡിന്നി എന്നിവരൊപ്പം ചേരും. ആദ്യം ഡോക്ടർ മോഹൻ വർഗീസ്, അജിത് ഡോവലിൻ്റെ റഷ്യ യാത്ര നൽകുന്ന സൂചന എന്ത്? അജിത് ഡോവൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മോസ്കോ സന്ദർശിക്കുകയും വ്ളാഡിമിർ പുടിനുമായി ചർച്ചയ്ക്കുള്ള കളമൊരുക്കുകയും ഇന്ത്യ മധ്യസ്ഥത വഹിക്കാൻ സാധ്യത മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ, സാധ്യതയുള്ള ഉക്രൈൻ റഷ്യ സംഭാഷണത്തിന് വഴി ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഡോവൽ ഇപ്പോൾ മോസ്കോയ്ക്ക് പറക്കാൻ പോകുന്നത്. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭാരതം എക്കാലത്തും ഈ മധ്യസ്ഥത എന്നൊരു കോൺസെപ്റ്റ് ഭാരതത്തിന് നിഘണ്ടുവിൽ 1972 ശേഷം ഉണ്ടായിരുന്നതല്ല. അതായത് സിംല എഗ്രിമെൻറ്റ്, ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം, അത് മധ്യസ്ഥതയിൽ പരിഹരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു 65 വരെ. അതിനുശേഷം 72 മുതൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായാൽ, അത് ഭാരതവും മറ്റൊരു രാജ്യവും തമ്മിലാണെങ്കിലും മറ്റ് രണ്ട് രാജ്യങ്ങൾ തമ്മിലാണെങ്കിലും അങ്ങനെ ഒരു പ്രശ്നമുണ്ടായാൽ ഭാരതം ആഗ്രഹിക്കുന്നത് ആ രണ്ട് രാജ്യങ്ങളും നേരിട്ട് സംസാരിച്ച് സമാധാനപരമായി പരിഹരിക്കണമെന്നാണ്. പക്ഷേ ഇവിടെ ഇതാ മധ്യസ്ഥത എന്നൊരു കോൺസെപ്റ്റ് വരികയാണ്. ഇവിടെ ഭാരതം പറയുന്നില്ല ഭാരതം മധ്യസ്ഥത വഹിക്കുന്നു, പക്ഷേ അതിനുള്ള വഴി ഒരുക്കാൻ ഏതെങ്കിലും ഒരു ലോകരാജ്യത്തിന് ഇന്ന് കഴിയുമെങ്കിൽ അത് ഭാരതമാണ്. അതെങ്ങനെ? അത് അടിവരയിട്ട് പറയുന്നത് വ്ളാഡിമിർ പുടിൻ അത് അടിവരയിട്ട് പറഞ്ഞു. സെലൻസ്കിയും ഉക്രൈനിയൻ പ്രസിഡന്റ് വൊലോദിമിർ സെലൻസ്കിയും ഇതേ കാര്യം അടിവരയിട്ട് പറഞ്ഞു. കാരണം പാശ്ചാത്യ ലോകവുമായും റഷ്യയുമായും ഒരേപോലെ സംസാരിക്കാനുള്ള ഒരു അവസ്ഥയിലാണ് ഭാരതം. ഭാരതത്തിന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ലോക നേതാക്കളുടെ ഒപ്പം തലപ്പൊക്കത്തിൽ നിൽക്കുന്നയാളാണ്. അതുകൊണ്ട് ഈ ഒരു പ്രത്യേക രാജ്യത്തോട് കൂടുതൽ മമത എന്നൊരു സങ്കല്പം വരുമ്പോഴാണല്ലോ മധ്യസ്ഥതയ്ക്ക് കോട്ടം വരുന്നത്. അതുകൊണ്ടാണ് ശ്രീ കൃഷ്ണരാജ്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുകയാണെങ്കിൽ ഇന്ത്യയിൽ വെച്ച് രണ്ടാമത്തെ സമാധാന ഉച്ചകോടി നടത്തിയാൽ നന്നായിരിക്കും എന്ന് കഴിഞ്ഞ മാസം ഓഗസ്റ്റ് മാസം സെലൻസ്കി പ്രഖ്യാപിച്ചത് അങ്ങനെയാണ്. അപ്പോൾ അടുത്ത ആദ്യം നടന്ന സമാധാന സംഭാഷണം അത് ജനീവയിലാണ്. ലോകത്തിൻ്റെ തന്നെ സമാധാന തലസ്ഥാനം എന്നറിയപ്പെടുന്ന, ന്യൂട്രൽ രാജ്യമായി അറിയപ്പെടുന്ന സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ച് നടന്ന ഈ സംസാരം ലോക രാഷ്ട്രങ്ങളെല്ലാം പങ്കെടുത്തു. അവിടുത്തെ ഒരു ജോയിൻറ്റ് ഡിക്ലറേഷൻ ഒപ്പിടാൻ ഭാരതം വിസമ്മതിച്ചു. അതിനുള്ള കാരണം ആ ജോയിൻറ്റ് ഡിക്ലറേഷനിൽ അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കയിൽ സംഭവിച്ചിരിക്കുന്നത് ഇതാണ്: റഷ്യ ഉക്രൈനെ ആക്രമിച്ചു എന്ന് വ്യക്തമായി പറയുകയും റഷ്യയെ കോർണർ ചെയ്യുന്ന രീതിയിൽ, കുറ്റക്കാരനായി കാണുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനമായതുകൊണ്ട് റഷ്യ അഗ്രസർ ആണ് എന്ന് ഇന്ത്യ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. യുണൈറ്റഡ് നേഷൻസിൽ പല ആവർത്തി ഈ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോഴും വോട്ടിനിട്ടപ്പോഴും സെക്യൂരിറ്റി കൗൺസിലും ജനറൽ അസംബ്ലിയിലും ഒക്കെ വോട്ടിനിട്ടപ്പോൾ ഭാരതം തന്ത്രപരമായ മൗനം പാലിച്ചു, മാറി നിന്നു, വിട്ടുനിന്നു. ഇതാണ് യഥാർത്ഥത്തിൽ റഷ്യയെ ഇന്ത്യയിലേക്ക് അടുപ്പിക്കുന്ന ഒരു ഘടകം. കാരണം മറ്റ് രാജ്യങ്ങൾ വ്യക്തമായ ഒരു റഷ്യ അനുകൂലമോ റഷ്യ വിരുദ്ധമോ, കൂടുതൽ രാജ്യങ്ങൾ റഷ്യ വിരുദ്ധ നിലപാടെടുത്തപ്പോൾ ഭാരതം അതിൻ്റെ മെറിറ്റ് ഓഫ് ദ ഇഷ്യൂ, ബൈലാറ്ററലിസത്തിൽ ഉക്രൈനും റഷ്യയും നേരിട്ട് സംസാരിച്ച്
പ്രശ്നത്തിന് പരിഹാരം കാണണം എന്ന ഒരു നിശ്ചയദാർഢ്യത്തിലായിരുന്നു. കാരണം റഷ്യയുടെ കൺസേൺസും പൂർണ്ണമായും മനസ്സിലാക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. ഉക്രൈൻ്റെ കൺസേൺ തീർച്ചയായും ആക്രമണം വിധേയമാകുമ്പോൾ ഉക്രൈൻ്റെ കൺസേണും ഭാരതം മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് റഷ്യയെ കൂടെ കോൺഫിഡൻസിൽ എടുക്കാൻ കഴിയുന്ന ഒരു ശക്തിക്ക് മാത്രമേ വരൂ. ഇനി എന്തുകൊണ്ട് ഭാരതം അതിലേക്കും കൂടെ വരാം. ഈ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഒരു ഈസ്റ്റേൺ റഷ്യൻ ഇക്കണോമിക് ഫോറത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ വിഷയം ചർച്ചയിലൂടെ പരിഹരിക്കാൻ റഷ്യ തയ്യാറാണ്. ആദ്യമായിട്ടാണ് പറയുന്നത് ഉക്രൈനുമായി ഈ യുദ്ധ വിഷയത്തിൽ ചർച്ച ചെയ്ത് നമുക്കൊരു പരിഹാരം കാണാം. ഇതൊരു പോസിറ്റീവ് സിഗ്നലാണ്. പക്ഷേ ഒരു കണ്ടീഷൻ വെച്ചു. ആ ചർച്ചയ്ക്ക് ബ്രിക്സ് രാജ്യങ്ങളിൽ ബ്രസീലോ അല്ലെങ്കിൽ ഇന്ത്യയോ ചൈനയോ അതിൽ ഇനിഷ്യേറ്റീവ് എടുക്കണം, മധ്യസ്ഥത വഹിക്കണം എന്ന് തന്നെയാണ് ഈ 3 രാജ്യങ്ങളുടെയും പേരുകൾ എണ്ണി പറഞ്ഞു. ഇവിടെ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള അന്താരാഷ്ട്ര വലിപ്പം ഒരുപക്ഷെ ഇപ്പോഴും എത്തിയിട്ടില്ല. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം ചൈനയാണ്. ചൈന എപ്പോഴും റഷ്യൻ പക്ഷപാതിയായി മാത്രമേ, അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ ലോകത്തിന് ഒരു ത്രെട്ടായി, ഭീഷണിയായി മാത്രമേ അമേരിക്ക ഉൾപ്പെടെ കാണൂ. അതുകൊണ്ട് ഉക്രൈനെ സംരക്ഷിച്ച് നിർത്തണമെങ്കിൽ ഉക്രൈനിൽ നിന്നും അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും പിടി ഒന്ന് അയയണം. അതുകൊണ്ട് ഇന്ത്യയെ ഒരുപക്ഷെ പാശ്ചാത്യ ലോകം ഒരു മധ്യസ്ഥൻ എന്ന നിലയിൽ വിശ്വസിക്കും. അല്ലെങ്കിൽ മധ്യസ്ഥൻ നല്ലത് പറയുന്നത് വഴി ഒരുക്കാനുള്ള ഒരു രാസത്വരകം എന്ന നിലയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ ഇന്ത്യക്ക് ഒരു പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ, അപ്പോൾ ഇവരും പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യക്ക് അതിനുള്ള അർഹതയുണ്ട്, അതിന് ഇന്ത്യയെ ലോകം ഉറ്റുനോക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് മധ്യസ്ഥതയ്ക്ക് പുറമെ ആ വഴി ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വിദേശകാര്യ മന്ത്രിയുടെ വിസിറ്റിന് തൊട്ട് മുൻപുള്ള ഒരു ഘട്ടം എന്ന നിലയിലാണ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ മോസ്കോയിലേക്ക് വിട്ടിരിക്കുന്നത്. ആ വഴി ഒരുങ്ങി കഴിഞ്ഞാൽ അടുത്തത് വിദേശകാര്യ മന്ത്രാലയത്തിലെ ഒരു ചർച്ചയാണ്. ഇതിനു മുമ്പ് തന്നെ പലതരം ചർച്ചകൾ നടന്നു കഴിഞ്ഞു. പ്രധാനമന്ത്രി നേരിട്ടെത്തി സംസാരിക്കുന്നു, അത് ആകസ്മികമായെങ്കിലും 2 രാജ്യങ്ങളിലെ തലവന്മാരുമായി സംസാരിക്കുന്നു. അജിത് ഡോവൽ സംസാരിച്ചു, ജയശങ്കർ കേന്ദ്രമന്ത്രി സംസാരിച്ചു. അതൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞു. ഇനി വീണ്ടും അത് സജീവമാക്കുകയാണ്, മധ്യസ്ഥതയിലേക്കെന്ന കൃത്യമായ സൂചന വരികയാണ്. റിട്ടയർഡ് കേണൽ എസ് ഡിന്നി കൂടി ചേരുന്നുണ്ട്. ശ്രീ എസ് ഡിന്നി, ഈ മോഹൻ വർഗീസ് പറഞ്ഞതുമായി ചേർത്ത് വായിച്ചാൽ റഷ്യയെയും പാശ്ചാത്യ ശക്തികളെയും ചേർത്ത് പിടിക്കാൻ കെൽപ്പുള്ള ഒരു വലിയ രാജ്യമായി ഇന്ത്യ മാറുന്നു എന്നാണ്. അതിന് പിന്നിൽ ഒരു ചരിത്രവും തന്ത്രപരമായ ഒരു നീക്കവുമുണ്ട്. അതായത് ആരൊക്കെ എതിർത്തിട്ടും കുറഞ്ഞ വിലയ്ക്ക് റഷ്യയുടെ എണ്ണ നമ്മൾ വാങ്ങുന്നു, അതിലൂടെ സാമ്പത്തിക ഭദ്രത ഇന്ത്യ ഉറപ്പുവരുത്തുന്നു. ആ സാമ്പത്തിക ഭദ്രത ഉപയോഗിച്ച് കൂടുതൽ ആയുധം നമ്മൾ ഇറക്കുമതി ചെയ്യുന്നു. അതിൻ്റെ ഗുണഭോക്താക്കളായി മാറുന്നത് യൂറോപ്പും അമേരിക്കയുമാണ്. അപ്പോൾ അവരെയും നമ്മൾ ചേർത്ത് പിടിക്കുന്നു. അങ്ങനെ തന്ത്രപരമായൊരു രാഷ്ട്ര സമീപനം ഇന്ത്യ കഴിഞ്ഞ കുറച്ച് നാളുകളായി കാണിക്കുന്നതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് നിങ്ങൾ വന്നാലേ ഇത് പരിഹരിക്കാൻ കഴിയൂ എന്ന തരത്തിലേക്ക് മാറുന്നത്. മോദിക്കല്ലാതെ മറ്റാർക്ക് കഴിയും ഇതിന്? തീർച്ചയായിട്ടും ശ്രീകൃഷ്ണ, ഡോക്ടർ മോഹൻ വർഗീസ് പുള്ളി പറഞ്ഞ ആ കാര്യത്തിൽ ഞാൻ പൂർണ്ണമായി യോജിക്കുന്നുണ്ട്. ആൻഡ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു അവസ്ഥ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ, അതിന്റെ കംപ്ലീറ്റ് പെർസ്പെക്ടീവ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങയുടെ ആ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. നോക്കൂ, ഇപ്പം ഈ ഒരു യുദ്ധം തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷം കഴിഞ്ഞ് 3-ാം വർഷത്തിലേക്ക് അടുത്ത ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് അടുക്കുകയാണ്. അപ്പം എല്ലാ യുദ്ധങ്ങളും സമാനം ഒരു വാർ ഫെറ്റീഗ് അല്ലെങ്കിൽ ഒരു യുദ്ധക്ഷീണം എന്നുള്ള രീതിയിലേക്ക് യുക്രൈനും റഷ്യയും മാത്രമല്ല യൂറോപ്യൻ യൂണിയനിലും അമേരിക്കയിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. യുക്രൈനും റഷ്യയിലാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. കാരണം അവർ 2 വർഷത്തിൽ കൂടുതലായിട്ട് ഒരു ജനതയും ഒരു സൈന്യവും ഒരു ഗവൺമെന്റും അവിടെ ഈ ഒരു യുദ്ധത്തിലേക്ക് ഏർപ്പെട്ട് ഇരിക്കുകയാണ്. അതുപോലെ തന്നെ യുക്രൈനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂറോപ്യൻ യൂണിയന്റെ വലിയ രീതിയിലുള്ള ഫണ്ടിങ് നടക്കുന്നുണ്ട്, US-ന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു വാർ ഫെറ്റീഗ് വന്നിരിക്കുകയാണ്. അപ്പൊ വാർ ഫെറ്റീഗ് വരുമ്പം തീർച്ചയായിട്ടും എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള ചർച്ചയിലേക്ക് വരും. അവിടാണ് ഇപ്പോഴത്തെ അവസ്ഥ നോക്കും, ഗ്രൗണ്ടിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അതൊരു സ്റ്റേൽമേറ്റ് ആണ്. അതായത് റഷ്യ ഏകദേശം ഒരു 20% ഭാഗം യുക്രൈനെ പിടിച്ചടക്കി വെച്ചിട്ടുണ്ട്. തിരിച്ച് യുക്രൈൻ കുറച്ച് ഭാഗം റഷ്യയുടെയും ഒരു കുറച്ച് ഭാഗം അവരും ഇപ്പം പിടിച്ചടക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വലുതായിട്ടുള്ള രീതിയിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇടയ്ക്കിടയ്ക്ക് ഡ്രോൺ അറ്റാക്സും ഇടയ്ക്കിടയ്ക്ക് റോക്കറ്റ് അറ്റാക്സും ഒക്കെ നടക്കുന്നല്ലാതെ വലിയ രീതിയിലുള്ള ഒരു ഭൂമിപരമായിട്ടുള്ള മാറ്റം അങ്ങനെ നടക്കാനുള്ള സാധ്യത ഇനി കുറവാണ്. അപ്പോൾ സ്റ്റേൽമേറ്റ് എത്തി എന്നുള്ളത് 2 വിഭാഗവും എഗ്രി ചെയ്യുന്നുണ്ട്. അവിടാണ് ഇനി ഇതിനെ എങ്ങനെയെങ്കിലും ഒരു പരിഹാരം, അതായത് ഇനി റഷ്യയും തോക്കാൻ പോകുന്നില്ല, യുക്രൈനും തോക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു.
അപ്പം ഇനി ഒരു കോമൺ ഗ്രൗണ്ട് കണ്ടെത്തുക, അല്ലെങ്കിൽ ഈ രണ്ടുപേരും കൂടെ നിന്ന് ഇതിനെ ഒരു ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളൊരു ശ്രമത്തിലേക്കാണ് വരേണ്ടത്. അവിടെയാണ് ഇനി ആരെ കൊണ്ട് സംസാരിപ്പിച്ചാൽ ഈ യുദ്ധം അവസാനിപ്പിക്കും. അതായത് ഞങ്ങൾക്ക് വാർ ക്ഷീണമായിട്ടുണ്ട്, ഞങ്ങൾക്ക് സ്റ്റേൽമേറ്റ് ആണ്, പക്ഷെ ഇത് നമ്മൾ അവസാനിപ്പിക്കണം. ആരെ കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റും? അങ്ങനെ നോക്കുമ്പം ഈ വൻ ശക്തികളിൽ നോക്കുമ്പോൾ ഏതൊക്കെ രാജ്യങ്ങളുണ്ട്, അവിടെയാണ് ഇന്ത്യയുടെ റോള് വരുന്നത്. നേരത്തെ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞ പോലെ വളരെ വ്യക്തമായിട്ട് തന്നെ വ്ളാഡിമിർ പുടിൻ പറഞ്ഞു, ഞാൻ ചൈന, ബ്രസീൽ, ഇന്ത്യ ഈ രാജ്യങ്ങളുടെ ഒരു മീഡിയേഷനിൽ ഞങ്ങൾക്ക് റെഡിയാണ്. അതേപോലെ തന്നെ സെലൻസ്കി ഫസ്റ്റ് ദിവസം തൊട്ട് തന്നെ പറയുന്നു ഇന്ത്യക്ക് വലിയൊരു റോൾ ഉണ്ട്. കാരണം അവർ പറയുന്നത് വെച്ചാൽ ഇന്ത്യ അങ്ങയുടെ ചോദ്യത്തിനകത്ത് ഉത്തരം അതിനകത്തുണ്ടായിരുന്ന ആ ഒരു ഭാഗം, അതായത് ഇന്ത്യ റഷ്യയിൽ നിന്നും ധാരാളം ഓയിൽ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യക്ക് റഷ്യയുടെ മേൽ നല്ലൊരു സ്വാധീനമുണ്ടെന്ന് സെലൻസ്കി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റഷ്യ പറയുന്ന ആരെങ്കിലും കേൾക്കുമെങ്കിൽ അത് ഇന്ത്യ മാത്രമാണ്, ഭാരതമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് സെലൻസ്കി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഭാരതം എന്നുള്ള ഒരു കോമൺ ഗ്രൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഒരു കോമൺ കൺട്രിയിലേക്ക് വരുന്നത്. അതിന്റെ വേറൊരു വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഭാരതം, അതായത് ലോകത്തിൽ തന്നെ ഏറ്റവും ശക്തിശാലിയായിട്ട് ഒരു 4 to 5 കൺട്രീസ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് തീർച്ചയായിട്ടും ഭാരതം കാണും. ഇപ്പം നമ്മൾ എക്കണോമിയാണ് നോക്കുന്നെങ്കിൽ നമ്മൾ 5ാമത്തെ ഏറ്റവും വലിയ എക്കോണമിയാണ്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിൽ നോക്കി 4ാമത്തേതാണ്. ഇനി സൈന്യത്തിന്റെ ആണെങ്കിൽ തന്നെ 4, 5 സ്ഥാനത്തൊക്കെ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ ഇത്രയും ഒരു പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് 8% അല്ലെങ്കിൽ 7 to 8% വരെ ഗ്രോ ചെയ്യുന്ന ഒരു മേജർ എക്കോണമിയായിട്ട് ഭാരതം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ചയാണ് വേൾഡ് ബാങ്കും അല്ലെങ്കിൽ IMF വരെ അതിനെ റാറ്റിഫൈ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു ശക്തി, ഒരു എമർജിംഗ് മാർക്കറ്റ്, എമർജിംഗ് ഗ്രോയിങ് എക്കോണമിക് പവർ, അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഭാരതം പറയുന്നതിന് അവിടെ ഒരു വിലയുണ്ട്. കാരണം റഷ്യക്കും പണ്ടത്തെ പോലെയല്ല ഇന്ന് ഭാരതം പറഞ്ഞാൽ അവർക്ക്, കാരണം ഈ ഭാരതം വലിയ രീതിയിലുള്ള എക്കണോമിക് സപ്പോർട്ടാണ് ഇപ്പൊ കൊടുക്കുന്നത്. വേറെ ആരും ചെയ്യാത്ത കാര്യമാണ് ഭാരതം ചെയ്യുന്നത്. ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് എടുക്കുന്നു, അതിനെ മാറ്റി വീണ്ടും ആ ഓയിലും മറ്റു കാര്യങ്ങൾ യൂറോപ്യൻ യൂണിയനിൽ വരെ അയക്കുന്നുണ്ട് ഇന്ത്യ. അപ്പൊ ഇൻ എ വേ നമ്മൾ റഷ്യ എക്കണോമിക്കലി നമ്മൾ സസ്റ്റെയിൻ ചെയ്യുന്നു വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ വെച്ചിട്ട് അവിടെ ഭാരതത്തിന് വലിയൊരു റോൾ പ്ലേ ചെയ്യാൻ പറ്റും. ആൻഡ് അതിനകത്ത് പ്രൈം മിനിസ്റ്റർ മോദിയുടെ പേഴ്സണാലിറ്റിയും കൂടെ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള ഒരു സമയമാണ്. ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള സമയം കൂടെ പറയുന്നതിന്റെ ഒരു കാരണം കൂടെ ഞാൻ പറയാം. കാരണം US എലക്ഷൻസ് ഇപ്പോൾ അടുത്ത് വരെയാണ്. അടുത്ത ജനുവരി ആകുമ്പോഴത്തേക്ക് അവിടെ പുതിയൊരു പ്രസിഡന്റ് വരും. എല്ലാ സൂചനകളും ഇപ്പം കാണിക്കുന്നത് ട്രംപ് വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ്. ട്രംപ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം വരികയാണെങ്കിൽ അദ്ദേഹം ഈ യുദ്ധം അവസാനിപ്പിക്കും എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെയും ഇന്ത്യക്ക് അവിടെ വലിയൊരു റോളുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ബാക്ക് ചാനലിൽ പല സ്ഥലത്തും പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പം ജനുവരിയിൽ അടുപ്പിച്ച് ചെന്ന് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഇപ്പോഴേ ആ ചർച്ച നടക്കണം. അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് പ്രൈം മിനിസ്റ്റർ മോദി റഷ്യയിൽ പോവുകയും അത് കഴിഞ്ഞിട്ട് യുക്രൈനിൽ പോവുകയും യുക്രൈനിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് വ്ളാഡിമിർ പുടിനുമായിട്ട് ടെലിഫോണിൽ സംസാരിക്കുകയും ജോ ബൈഡനുമായിട്ട് ടെലിഫോണിൽ സംസാരിക്കുകയും അങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു ബാക്ക് ഡോർ ഡിപ്ലോമസി ഓൾറെഡി നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ബ്രിക്സിന്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസേഴ്സിന്റെ മീറ്റിൽ അജിത് ഡോവൽ വരുമെന്ന് പ്രൈം മിനിസ്റ്റർ മോദി വ്ളാഡിമിർ പുടിന്റെ അടുത്ത് പറയുകയും അവിടെ വ്ളാഡിമിർ പുടിനും അജിത് ഡോവലുമായിട്ടുള്ള ഒരു മീറ്റിംഗ് നടക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈവൻ ചൈനീസ് പ്രീമിയർ അല്ലെങ്കിൽ പ്രസിഡന്റായിട്ട് അവിടെ അദ്ദേഹം ഒരു മീറ്റിംഗ് നടത്തും. അപ്പൊ ഓവറോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഇത്രയും വർഷങ്ങൾ 2 വർഷം കഴിഞ്ഞു ഇപ്പം യുദ്ധത്തിന്റെ, ഏറ്റവും സാധ്യത ഉള്ള ഒരു സീസ് ഫയർ, ഇതിനൊരു പരിഹാരം എന്നുള്ള അത് വലിയൊരു കാര്യമാണ്. ആക്ച്വലി പരിഹാരം എങ്ങനെ വരും എന്നുള്ളത് നമുക്കിപ്പം പറയാൻ പറ്റില്ല. കാരണം ഈ രണ്ടുപേരും, അതായത് യുക്രൈൻ ആയാലും ശരി റഷ്യ ആയാലും അവരവരുടെ മാക്സിമം പൊസിഷനിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ 10 ദിവസം മുമ്പാണ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത് ഞങ്ങൾക്ക് 3 ആവശ്യമേ ഉള്ളൂ. ഒന്ന്, ഈ 4 പ്രദേശം, ഞങ്ങൾ ഈ കീഴടക്കുന്ന 4 പ്രദേശത്ത് നിന്ന് യുക്രൈൻ തിരിച്ചു പോകണം. രണ്ടാമത്, ഞങ്ങളെ എല്ലാ സാങ്ഷൻസും പിൻവലിക്കണം. ആൻഡ് മൂന്നാമത്, നാറ്റോയിൽ ചേരത്തില്ല എന്നുള്ള ഉറപ്പ് വരണം. അത് ഒരിക്കലും യുക്രൈൻ ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് യുക്രൈൻ പറയുന്നത് വെച്ചാൽ റഷ്യ ഈ ഭാഗങ്ങളെല്ലാം വിട്ട് തിരിച്ചു പോകണം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് യൂറോപ്യൻ യൂണിയൻ മറ്റു കാര്യങ്ങളിലൊക്കെ ചെയ്ത് അതിനകത്ത് ഇടപെടരുത്, ഞങ്ങൾ നാറ്റോന്റെ അംഗത്വം എടുക്കും എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള സംസാരങ്ങൾ അവിടെ നടക്കുന്നത്. അപ്പൊ 2 പാർട്ടീസും ഏറ്റവും മാക്സിമലിസ്റ്റ് പൊസിഷനിലാണ് നിൽക്കുന്നത്. അതിനകത്താണ് ഒരു കോമൺ ഗ്രൗണ്ട് അറ്റ്ലീസ്റ്റ് ബാക്ക് ഡോറിൽ നടക്കുന്നുണ്ട് എന്നുള്ള സൂചനകളാണ് നമുക്ക് ഈ കുറച്ച് ദിവസമായിട്ട് കിട്ടുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങയിലേക്ക് വരാം. ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, ഈ ലോകത്ത് മറ്റു രാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്ന വലിയ പ്രതിസന്ധികളിൽ, യുദ്ധങ്ങളിലൊക്കെയും ഇടപെടാൻ തക്ക വിധം കരുത്തുള്ളവരായി ഭാരതം, നരേന്ദ്രമോദി
മാറിയതെങ്ങനെ? നോക്കൂ കൃഷ്ണരാജ്, ഭാരതം 2014 മുമ്പ് ഭാരതം ഇതുപോലെ 2014 ശേഷം എന്ന് വിഭജിക്കപ്പെട്ടതുപോലെ ഒരു താരതമ്യം ചെയ്യുന്നത് പോലെ ഇപ്പോൾ നാം എത്തിയിരിക്കുന്നത് 2014 മുമ്പുള്ള ലോകക്രമവും 2014 ശേഷമുള്ള ലോകക്രമവും കൃത്യമായ ഒരു അതിർവരമ്പിൻ്റെ വിഭജനത്തിൻ്റെ താരതമ്യത്തിലേക്ക് നീങ്ങുകയാണ്. 2014 മുമ്പ് ലോകത്തെ ഒരുപക്ഷെ ബൈപ്പോളാർ ആയിട്ടായിരുന്നു ലോകം വിഭജിക്കപ്പെട്ടിരുന്നത്. ശാക്തിക ചേരിയിൽ അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന ഒരു ശാക്തിക ചേരിയും കൗണ്ടർ റഷ്യ നൽകുന്ന ഒരു ശാക്തിക ചേരിയും ആയിരുന്നു. ഈ രണ്ട് ചേരിയിലും നിൽക്കാതെ ചേരി ചേരായ്മ എന്ന് ആലങ്കാരികമായി പറയുമ്പോഴും ഒരു പക്ഷം ചേർന്ന് തന്നെയായിരുന്നു ഭാരതം മുൻപോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ദുർബലമായ ഭാരതത്തിൻ്റെ വിദേശ നയതന്ത്ര ആഭ്യന്തര ബന്ധങ്ങൾ, ഒരുപക്ഷെ വിദേശ നയവും ആഭ്യന്തര നയവും നമുക്ക് വേറിട്ട് കാണാൻ സാധിക്കില്ല. അത് വാട്ടർ ടൈറ്റായിട്ട് വിഭജിക്കാനും കഴിയുകയില്ല. ഭാരതത്തിൻ്റെ തീരുമാനങ്ങളൊക്കെ അയൽ രാജ്യങ്ങളുടെയും ഇത്തരം ശാക്തിക രാജ്യങ്ങളുടെയും ഇംഗിതത്തിനും താല്പര്യത്തിനും അനുസരിച്ച് രൂപപ്പെടുകയായിരുന്നു. ഭാരതത്തിൻ്റെ അതിർത്തിയിലേക്ക് റോഡുകൾ നിർമ്മിക്കണമോ, വിമാനത്താവളങ്ങൾ നിർമ്മിക്കണമോ, അവിടെ യുദ്ധസന്നാഹങ്ങൾ ഒരുക്കണമോ എന്നുള്ളത് റഷ്യയെയും ചൈനയെയും ഭയന്ന് തീരുമാനമെടുക്കാതിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ഇറാനിൽ നിന്നും എണ്ണ വാങ്ങണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലും ആ ദൗത്യത്തിലേക്ക് ഇന്ത്യ പോയാൽ അത് അമേരിക്കയെ ഏതു തരത്തിലായിരിക്കും ഇന്ത്യയോട് പ്രതികരിക്കുക എന്നുള്ള ഭയാശങ്കകളും നമുക്കുണ്ടായിരുന്നു. പിന്നീട് നമുക്കറിയാം, ഈ ബൈപ്പോളാർ എന്നുള്ള ലോകക്രമം ഏതാണ്ട് റഷ്യയുടെ ശാക്തികമായ ശക്തി ക്ഷയിച്ചതോടുകൂടി അത് അമേരിക്കൻ കേന്ദ്രീകൃതമായ വ്യവസ്ഥയിലേക്ക് നീങ്ങുകയും ലോക പോലീസായി അമേരിക്ക മാത്രം മാറുകയും അവരുടെ ഇംഗിതത്തിനൊത്ത് താളം ചവിട്ടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഈ രാജ്യത്തെ ഭരിച്ചവർക്ക് പലപ്പോഴും കഴിഞ്ഞില്ല. ഞാൻ ആരെയും ഒറ്റപ്പെടുത്തുകയോ അല്ല. ഒരുപക്ഷെ അതിനൊരു അപവാദമായ പ്രവർത്തനം നടത്തിയത് 1998 മുതൽ 2004 വരെ ഉണ്ടായിരുന്ന എ.ബി. വാജ്പേയി ആയിരുന്നു. രാജ്യത്തിൻ്റെ സൈനിക ശക്തിയിൽ അല്ലെങ്കിൽ രാജ്യത്തിലെ ആണവ പരീക്ഷണത്തിൽ മറ്റ് സാങ്കേതിക രാജ്യങ്ങളുടെ അഭിപ്രായത്തെ മാനിക്കാതെ സ്വന്തം കാലിൽ നിൽക്കുന്ന സുശക്തമായൊരു രാഷ്ട്രത്തിന് മാത്രമേ ആഭ്യന്തര വിദേശ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കൂ എന്നുള്ളതിന് ഉറച്ച പ്രഖ്യാപനമായിരുന്നു അത്. അതുമായി ബന്ധപ്പെട്ട ഉപരോധങ്ങളെയൊക്കെ സമർത്ഥമായി അതിജീവിക്കാൻ സാധിച്ചു. പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി 2014 അധികാരമേൽക്കുമ്പോൾ രാജ്യത്തിൻ്റെ ആഭ്യന്തരവും വൈദേശികവുമായ ബന്ധങ്ങളെയും ശക്തികളെയും പോഷിപ്പിക്കാനായിരുന്നു. പലപ്പോഴും അതിൽ നമുക്ക് പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഉലകം ചുറ്റും വാലിബൻ, കാര്യമില്ലാതെ പോകുന്നവൻ എന്നൊക്കെ ഉണ്ടായിരുന്നു. അയൽ രാജ്യങ്ങളുമൊക്കെയായുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിലും വളരെ കൃത്യമായ മുൻകാലങ്ങളിലുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉറച്ചതും വ്യവസ്ഥാപിതവും വ്യക്തവുമായ താല്പര്യങ്ങളോടെയാണ് ഭാരതം മുന്നോട്ട് പോയത്. അങ്ങനെ വർഷം കൊണ്ട് രാജ്യത്തിൽ മറ്റുള്ളവരുടെ പ്രതികരണമല്ല, രാജ്യം തൻകാലിൽ നിന്നുകൊണ്ട് ലോകക്രമത്തിൽ നമ്മളുടേതായ കാഴ്ചപ്പാടുകളുടെ സംഭാവനയായിരുന്നു ഭാരതം മുൻപോട്ട് വെച്ചത്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ യാത്രകൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, രാജ്യത്തിൻ്റെ ആഭ്യന്തരമായുള്ള വളർച്ച, രാജ്യത്തിൻ്റെ സാമ്പത്തികമായ മുന്നേറ്റം, വ്യാവസായിക രംഗത്തുണ്ടായ മുന്നേറ്റം, ഉൽപ്പാദന രംഗത്ത് ആയുധങ്ങളുടെ ഇറക്കുമതിയിൽ, കയറ്റുമതിയിൽ, പുതിയ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്ന കാര്യത്തിൽ, അതിർത്തിയിലേക്കുള്ള റോഡുകൾ, റെയിൽപാളങ്ങൾ, ആയുധങ്ങൾ വാങ്ങുന്ന കാര്യങ്ങൾ, അതോടൊപ്പം അയൽ രാജ്യങ്ങളെ വിശ്വാസം എടുത്തുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ. സ്വാഭാവികമായിട്ടും അതാണ് ഇവിടെ പലരും, ഒരുപക്ഷെ അതിലൊക്കെ വളരെ അവഗാഹമുള്ള മോഹൻ വർഗീസിനെ പോലെയും യുദ്ധരംഗത്തെക്കുറിച്ച് ബോധമുള്ള ശ്രീ ഡെന്നീസ് സാറിന് ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, ആ വളർച്ച ഇന്ന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുമായിട്ടുമുള്ള നല്ല ബന്ധം ആഗ്രഹിക്കുകയും ഭാരതത്തിൻ്റെ നയങ്ങളിൽ ഊന്നിയുള്ള വിദേശ നയം രൂപീകരിക്കുകയും ചെയ്ത ഒരു രാഷ്ട്രമായി ഭാരതം മാറിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ രേഖപ്പെടുത്തപ്പെട്ട മാതിരിയിൽ ഓരോ വിഷയത്തിൻ്റെയും പരിസമാപ്തിക്ക് ഒരു സമയമുണ്ട്, ഒരു നിമിത്തമുണ്ട്. കാലം ചിലതിനൊക്കെ ചില പരിഹാരങ്ങൾ നിർദ്ദേശിക്കും. അതുമായി ഇത്തരം പരിഹാരങ്ങൾക്ക് ചില നിമിത്തങ്ങളും ആവശ്യമുണ്ട്. ഒരുപക്ഷെ മോഹൻ വർഗീസും ഡെന്നീസ് സാറും പറഞ്ഞ മാതിരിയിൽ അത്തരമൊരു സാഹചര്യം ഏതാണ്ട് രൂപപ്പെടുത്തുകയാണ്. അത്തരമൊരു സാഹചര്യം രൂപപ്പെടുമ്പോൾ അതിൽ നിന്നും കൈകട്ടി മാറി നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നുള്ള ധീരമായ പ്രഖ്യാപനമാണ് ഭാരതത്തിൻ്റെ വിദേശകാര്യമന്ത്രിയും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയും ഇപ്പോൾ ഭാരതത്തിൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവിലൂടെ ലോകം ആഗ്രഹിക്കുന്ന, അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ കൂടെയുള്ള പിന്തുണയോടുകൂടി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം പ്രധാനമന്ത്രി വ്യക്തമായി പറഞ്ഞു, വ്ളാഡിമിർ പുടിനെ ആലിംഗനം ചെയ്യുകയും അതേ ആലിംഗനം
സെലൻസ്കിയോടും ചെയ്യുമ്പോൾ ആ രണ്ട് രാജ്യങ്ങളോടും കൃത്യമായൊരു സന്ദേശമാണ് നൽകിയത്. അമേരിക്കയുടെ ഇംഗിതത്തിന് വഴങ്ങാതെ തന്നെ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാനെടുത്ത തീരുമാനവും അതോടൊപ്പം തന്നെ റഷ്യയുമായുള്ള ബന്ധങ്ങൾ, യുക്രൈനുമായുള്ള ബന്ധങ്ങളിൽ അല്പം പോലും ഇടിവരാതെ സൂക്ഷിക്കുകയും രണ്ടുപേരോടും തുല്യ സമദൂരവും സമശിഷ്ടവുമായ സർവസ്പർശിയായ ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യുന്നതിൽ നരേന്ദ്രമോദി വിജയിച്ചതായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നു. ഇപ്പോൾ നോക്കൂ, വളരെ കൃത്യമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു, ഭാരതത്തിന് ഒരു പക്ഷമുണ്ട്. ഭാരതം കൃത്യമായി നിഷ്പക്ഷമല്ല. ഭാരതത്തിന്റെ പക്ഷം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ പക്ഷമാണ്. ഈ കാലഘട്ടത്തിൽ യുദ്ധം കൊണ്ട് ആർക്കും ഒന്നും നേടാനില്ല. സർവനാശമല്ലാതെ ലോകത്തൊന്നും. ഭാരതം റഷ്യയോടും യുക്രൈനോടും പറഞ്ഞത് ഭാരതത്തിന് നിഷ്പക്ഷ നിലപാടല്ല, ഞങ്ങൾക്കൊരു പക്ഷമുണ്ട്, അത് സമാധാനത്തിന്റെ പക്ഷമാണ്, അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്നാണ്. ആ വാക്കുകൾ ഒരു ലോക നേതാവിനെ ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെയാണ് ഒരു നേതാവ്, ഒരു സ്റ്റേറ്റ്സ്മനായി വരുന്നത്. ഇവിടെ നമ്മൾ പലപ്പോഴും ഒരു സ്റ്റേറ്റ്സ്മൻ, അതായത് വെറും ഒരു രാഷ്ട്രീയ നേതാവല്ല, മറിച്ച് പരിണതപ്രജ്ഞനായ, തന്ത്രശാലിയായ, എന്നാൽ ഏവരുടെയും ആദരവ് കൈക്കൊള്ളാൻ കഴിയുന്ന ഒരു നേതൃത്വം, അതാണല്ലോ സ്റ്റേറ്റ്സ്മാൻഷിപ്പ്. നമ്മൾ നെഹ്റുവിനെയാണ് പലപ്പോഴും ഒരു സ്റ്റേറ്റ്സ്മാനായി പറഞ്ഞിരുന്നത്. നോക്കൂ, നെഹ്റുവാണ് ആദ്യമായിട്ട് ഭാരതം നിഷ്പക്ഷമല്ല, ചേരിചേര നയത്തിൻ്റെ ഉപജ്ഞാതാവായി അല്ലെങ്കിൽ കോർണർ സ്റ്റോണായി കണ്ടിരുന്ന ഭാരതത്തിൻ്റെ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഒരിക്കൽ പറഞ്ഞു, അത് വളരെ ഫേമസ്ലി കോട്ടഡ് ആണ്, ഇന്ത്യ ഈസ് നോട്ട് ന്യൂട്രൽ, ഇന്ത്യ ഈസ് നോൺ അലൈൻഡ്, ബട്ട് ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഇന്ത്യ ഈസ് ന്യൂട്രൽ. ഒരു വിഷയം വരുമ്പോൾ ആ വിഷയത്തിൻ്റെ മെറിറ്റ് അനുസരിച്ച്, ദേശീയ താല്പര്യം അനുസരിച്ച് പ്രതികരിക്കാനുള്ള ആർജവം ഭാരതം ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. അതായത് നമുക്കൊരു അഭിപ്രായമില്ല, സ്വിറ്റ്സർലൻഡിനെ പോലെ എന്ന് പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ സ്വിറ്റ്സർലൻഡിനെ പോലെ അല്ല ഭാരതം എന്നാണ് അർത്ഥം. സ്വിറ്റ്സർലൻഡിൻ്റെ പ്രത്യേകത എന്താ? അത് 100% നിഷ്പക്ഷ രാജ്യമാണ്. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ലോക രാഷ്ട്രീയത്തിലെ ഒരു കാര്യത്തെക്കുറിച്ചും സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന യൂറോപ്പിൻ്റെ മധ്യത്തിൽ കിടക്കുന്ന ചെറു രാജ്യം ഒരു കമാന്തരക്ഷം വേണ്ടിയിട്ടില്ല. പക്ഷേ ഭാരതം എക്കാലത്തും നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ആ നിലപാടിനെ കുറച്ചുകൂടി വ്യക്തത നൽകുകയാണ് ശ്രീ നരേന്ദ്രമോദി. ആ നിലപാട് കുറച്ചുകൂടി കർശനമായിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊരു നിലപാടുണ്ട്, നിഷ്പക്ഷതയല്ല. നിഷ്പക്ഷത എന്ന് പറഞ്ഞാൽ റഷ്യ അവരുടെ പാട് നോക്കട്ടെ, ഉക്രൈൻ അവരുടെ പാട് നോക്കട്ടെ, യുദ്ധം ഞങ്ങൾക്കൊരു വിഷയമല്ല എന്നതാണ് ഭാരതത്തിൻ്റെ. അങ്ങനെയാണ് നിഷ്പക്ഷത. പക്ഷേ ഭാരതം പറയുന്നു, നരേന്ദ്രമോദി പറയുന്നു, അങ്ങനെയല്ല. യുദ്ധം ലോക വിഷയമാണ്, ലോക മനസാക്ഷിയെ ഞെട്ടിച്ച വിഷയമാണ്. നിസ്സഹായരായ ഒരുപാട് പേർ അവിടെ ഉണ്ട്. അവിടെ ഒറ്റ പരിഹാരമേ ഉള്ളൂ, അത് ചർച്ച എന്ന പരിഹാരമേ ഉള്ളൂ. ഞങ്ങളുടെ പക്ഷം, ഭാരതത്തിൻ്റെ പക്ഷം എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ പക്ഷമാണ്. അത് വരണമെങ്കിൽ ചർച്ചയുണ്ടാകണം. അതിനുള്ള സാഹചര്യം ഒരുക്കാൻ ഭാരതം കമ്മിറ്റഡ് ആണ്. അപ്പോൾ ഭാരതം അതിൻ്റെ വില്ലിങ്നെസ് പറഞ്ഞു. ഇനിയാണ് അടുത്ത ചോദ്യം, വില്ലിങ്നെസ് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. കാരണം പല രാജ്യങ്ങളും, ഒരുപക്ഷെ ആഫ്രിക്കയിലെ ഒരു ചെറിയ രാജ്യം വില്ലിംഗ് ആണ്, പക്ഷേ അതിനുള്ള വലിപ്പം, ഒരു നെഗോസിയേഷൻ ടേബിളിലെത്തി രണ്ട് വൻ ശക്തികളെ അല്ലെങ്കിൽ വലിയ രണ്ട് ശക്തികളെ, വാറിംഗ് ഫാക്ഷൻസിനെ, അത് കേവലം രണ്ട് ശക്തികൾ മാത്രമല്ല, റഷ്യയുടെ പിന്നിൽ ആളുകളുണ്ട്, ഉക്രൈൻ്റെ പിന്നിൽ പാശ്ചാത്യ ലോകം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ മുഖാമുഖം നിൽക്കുമ്പോൾ അതിന് മധ്യസ്ഥതാ ശ്രമം ഒരുക്കാനുള്ള വലിപ്പമുണ്ടോ ഭാരതത്തിന്? മുൻകാലങ്ങളിൽ നമുക്ക് ചിന്തിക്കാനൊക്കില്ല. മുൻകാലങ്ങളിൽ ഭാരതം ഒരിക്കലും എത്തിയിട്ടില്ലായിരുന്നു, ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. നമ്മുടെ ഒരു സാമ്പത്തിക ശക്തി എന്ന നിലയിലോ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കേണൽ ഡിന്നി സൂചിപ്പിച്ച ഒരു സാമ്പത്തിക ശക്തി എന്നുള്ള നിലയിലോ, സൈനിക ശക്തി എന്നുള്ള നിലയിലോ, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് പവർ എന്നുള്ള നിലയിലോ ഒന്നും തന്നെ നമ്മൾ അവിടെ എത്തിയിരുന്നില്ല. ഇന്ന് ഭാരതത്തിൽ ലോക ഹൈറാർക്കിയുടെ നെറുകയിലെത്തിയിരിക്കുന്നു. ലോകത്തെ ശക്തരായ, ഏത് രീതിയിൽ നോക്കിയാലും ശക്തരായ 5 രാജ്യങ്ങളുടെ പട്ടികയിൽ ഭാരതമുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലിലെ വീറ്റോ അധികാരമുള്ള സ്ഥിര അംഗത്വം ഒഴികെ ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട സമിതികളിലെല്ലാം തന്നെ ഭാരതത്തിൻ്റെ സാന്നിധ്യമുണ്ട്, ഭാരതത്തിൻ്റെ ചിന്തയുണ്ട്. അതുകൊണ്ടാണ് ഭാരതത്തിൻ്റെ വിശ്വദർശനം. ഭാരതം ഒരു രാഷ്ട്രീയ ശക്തിയോ സൈനിക ശക്തിയോ മാത്രമല്ല, ഭാരതം ഒരു കൾച്ചറൽ പവറാണ്. അതുകൊണ്ടാണ് ഭാരതത്തെ വിശ്വഗുരു എന്നറിയുന്നത്. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി എപ്പോഴും അറിയപ്പെടുന്ന ആ ഒരു വിശ്വഗുരുവായ ഭാരതത്തിൻ്റെ നേതാവ് എന്ന നിലയിലാണ്. എന്താണ് ആ വിശ്വഗുരു? അതൊരു സോഫ്റ്റ് പവറാണ്. അതായത് നമ്മുടെ ആയുർവേദ, നമ്മുടെ യോഗ, നമ്മുടെ മില്ലറ്റ്, നമ്മുടെ ബുദ്ധിസം, നമ്മുടെ ഹിന്ദുവിസം, അപ്പം നമ്മുടെ ഒരു സാംസ്കാരിക പശ്ചാത്തലമുണ്ട്.
സംസ്കാരം ഉറങ്ങുന്ന ഒരു നാടിന് മാത്രം അവകാശപ്പെട്ടത്. അപ്പോൾ അത് റഷ്യക്ക് ഉക്രൈനെ ഒന്നും അവകാശപ്പെടാൻ, അമേരിക്കയ്ക്ക് ഒന്നും അവകാശപ്പെടാനാവാതെ ഒരുപക്ഷെ ഈ യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദീതടത്തിലെ സംസ്കാരം, സിന്ധു നാഗരികതയുടെ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, അല്ലെ ചൈനീസ് സംസ്കാരം, അതിനോടൊപ്പം തന്നെ നിൽക്കാൻ കഴിയുന്ന ഒരു സാംസ്കാരിക പൈതൃകമുള്ള ലോങ് സ്റ്റാൻഡിങ് നേഷനാണ്, ഒരു കൺട്രി എന്നുള്ള നിലയിലല്ല, ഒരു നേഷനാണ് ഇന്ത്യ. അതുകൊണ്ടാണ് ആ ധാർമ്മിക അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഭാരതത്തിന്റെ നിഷ്പക്ഷത. ആ നിഷ്പക്ഷതയുടെ പിന്നിൽ ഒരു പക്ഷമുണ്ട് എന്ന് തന്നെയാണ് മോദി പറഞ്ഞത്. വളരെ വ്യത്യസ്തമായ ഒരുപക്ഷെ ഈ ചർച്ചയിൽ ഒരിക്കലും ഒരു ഘട്ടത്തിലും ഞാൻ ഉയർത്തിക്കാട്ടുമായിരുന്നില്ല ഇങ്ങനെ ഒരു പോയിന്റ്, അതായത് സാംസ്കാരിക ശക്തി, അതിലേക്ക് കൂടി നമുക്ക് വരേണ്ടതുണ്ട്. അതായത് ഒരു നിഷ്പക്ഷമായ പശ്ചാത്തലത്തിൽ ഒരു സാംസ്കാരികമായ കരുത്തിൻ്റെ ശക്തിയിലാണ് നമ്മൾ ഏതു വിഷയത്തിലും ഇടപെടാൻ കെൽപ്പുള്ളവരായി മാറുന്നത് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഡോക്ടർ മോഹൻ വർഗീസ്. ശ്രീ എസ് ഡിന്നി, മോസ്കോ സന്ദർശിച്ച് പുടിനെ കെട്ടിപ്പുണർന്നു നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ ചിത്രം പങ്കുവെച്ച് അന്ന് വ്ളോഡിമിർ സെലൻസ്കി പറഞ്ഞത് ഒരിക്കലും പാടില്ലാത്തതായിരുന്നു. രക്തദാഹിയായ ഏകാധിപതിയെ മോദി ആലിംഗനം ചെയ്തത് തെറ്റാണ്. ഇപ്പോഴും ഇവിടെ യുദ്ധം കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്നു, എത്രയോ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നു, ആശുപത്രിക്ക് നേരെ പോലും റഷ്യ ബോംബ് വർഷിക്കുന്നു, ഒരിക്കലും പാടില്ലാത്തതായിരുന്നു എന്നാണ് പറഞ്ഞത്. 6 ആഴ്ച പിന്നിട്ടപ്പോൾ അതേ സെലൻസ്കി പറഞ്ഞു നിങ്ങളുടെ മധ്യസ്ഥത ഞങ്ങൾക്ക് വേണം എന്ന്. അങ്ങനെ വിമർശകരെ പോലും ആരാധകരാക്കി മാറ്റുന്ന മാജിക്കാണോ മോദി? തീർച്ചയായിട്ടും ശ്രീ കൃഷ്ണരാജ്, ഒരു സംശയമില്ല, അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്റെ ആ ഒരു ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പൊ ഭാരതം വളർന്നു, യെസ് ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു എക്കോണമിക് സൂപ്പർ പവറും മറ്റു കാര്യത്തിലുള്ള ഒരു വളർച്ച വരുന്നപ്പോഴും അവിടെ ഇതുപോലെ ഒരു പ്രൈം മിനിസ്റ്റർ കൂടെ വരുമ്പോഴാണ്, ഈ 2 ഫാക്ടർ കൊണ്ട് വരുമ്പോഴാണ് നമ്മളെ ഈ ഒരു റെലവൻസ് അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം പ്രസക്തി ഉണ്ട് എന്ന് പറയുന്നത്. കാരണം പണ്ഡിറ്റ് നെഹ്റുവിന്റെ കാര്യത്തിലാണെങ്കിൽ പണ്ഡിറ്റ് നെഹ്റുവിന് ഒരു സ്റ്റേച്ചർ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഭാരതം വളരെ ഒരു ഇൻഡിപെൻഡൻസ് കിട്ടി, വളരെ ഒരു അത്ര ഒരു എക്കണോമിക് ആയിട്ട് അല്ല, വളരെ ഒരു ദരിദ്ര രാഷ്ട്രം തന്നെ ആയിരുന്നു അന്ന് എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷെ ഇന്ന് അങ്ങനല്ല. ഇന്ന് ഭാരതം വളരെ ശക്തമായിട്ട് മുന്നോട്ട് വരികയാണ്. കഴിഞ്ഞ 10 വർഷത്തിലൊക്കെ വളരെ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ ആളുകൾക്ക് ചിന്തിക്കുന്നതിന് അപ്പുറത്തുള്ള രീതിയിലേക്കാണ്. അവിടെയാണ് ഒരു ശക്തമായിട്ടുള്ള ഒരു ലീഡർഷിപ്പും വരുന്നത്. ഇത് രണ്ടും കൂടെ ചേരുമ്പം തീർച്ചയായിട്ടും വലിയൊരു വേൾഡിൽ തന്നെ നേരത്തെ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞ പോലെ ഒരു വിശ്വഗുരു എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഫാക്ടർ കൂടെയാണ് പ്രൈം മിനിസ്റ്റർ മോദിയുടെ പേഴ്സണാലിറ്റിയിലൂടെ വരുന്നത്. ഞാൻ ഓർക്കുകയായിരുന്നു, ഇന്നലെയോ മെനഞ്ഞാന്നോ അദ്ദേഹം സിംഗപ്പൂരിൽ പ്രൈം മിനിസ്റ്ററുമായിട്ട് കാണാൻ പോയപ്പോൾ അവിടെ ഒരു ഫോട്ടോ എടുക്കുകയാണ്. അപ്പൊ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, അതായത് നോർമൽ ആയിട്ടുള്ള ഒരു ഹാൻഡ് ഷേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ദിസ് ഫോട്ടോഗ്രാഫ് ഇസ് ആസ് പെർ പ്രോട്ടോകോൾ, ഈ ഫോട്ടോഗ്രാഫ് പ്രോട്ടോകോൾ പ്രകാരമുള്ളതാണ്. അടുത്ത ഒരു നിമിഷത്തിൽ അദ്ദേഹത്തിനെ ചേർത്ത് പിടിക്കുകയാണ്. ഈ പ്രൈം മിനിസ്റ്റർ സിംഗപ്പൂർ പ്രൈം മിനിസ്റ്ററിനെ ചേർത്ത് പിടിച്ചിട്ട് ദിസ് ഇസ് ഫ്രണ്ട്ഷിപ്പ് ഫോട്ടോ എന്നാണ് പറയുന്നത്, അതായത് ഇത് സൗഹൃദത്തിന്റെ ഫോട്ടോ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു കരിസ്മ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചും കൂടെ വിശ്വാസത വരും. അതായത് ലോകത്ത് നമ്മളിപ്പം എന്തൊക്കെ ആയാലും ഇപ്പം ഇന്റർനാഷണൽ റിലേഷൻസ് ഒക്കെ ഡിപ്ലോമസിയിൽ വലിയ ഇതുണ്ടെങ്കിൽ അവിടെയും ഒരു പേഴ്സൺ ടു പേഴ്സൺ റിലേഷന് വലിയ ഫാക്ടർ ഉണ്ട്. വലിയ ഫാക്ടർ എന്നാൽ വലിയ ഫാക്ടറാണ്. നമ്മൾ ഒരാളായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹമായി നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് നമ്മളായിട്ട് സംസാരിക്കുന്നത്, ഇതെല്ലാം ഒരു വലിയൊരു ഫാക്ടറാണ്. അവിടെയാണ് പ്രൈം മിനിസ്റ്റർ മോദിയുടെ വലിയൊരു റോള് വരുന്നത്. എനിക്കൊന്ന് ആ ഒരു ഫാക്ടർ കൊണ്ടതാണ് അതായത് യുക്രൈനിൽ പോയ സമയത്ത് നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ സെലൻസ്കി റഷ്യയിൽ പ്രൈം മിനിസ്റ്റർ പോയ സമയത്താണ് റഷ്യൻ സ്ട്രൈക്കില് ധാരാളം കുട്ടികളടക്കം വലിയ കാഷ്വാലിറ്റീസ് നടന്നു. അപ്പൊ പ്രൈം മിനിസ്റ്റർ മോദി യുക്രൈനിൽ വന്ന സമയത്ത് അദ്ദേഹത്തിനെ കൊണ്ടുപോയത് ഈ കുട്ടികൾ മരിച്ച അവിടുത്തെ ഒരു മെമ്മോറിയലിലാണ് കൊണ്ടുപോയത്. അവിടെയും പ്രൈം മിനിസ്റ്റർ മോദി എന്താ ചെയ്തത്, അദ്ദേഹം സെലൻസ്കി ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫാണ് നമ്മൾ കാണുന്നത്. അതായത് അവിടെ വേണമെങ്കിൽ അതൊരു ഇൻസൾട്ട് ആയിട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു മനഃപൂർവ്വം ഓർമ്മിപ്പിക്കാൻ വേണ്ടി അവിടെ എന്നിട്ട് ചെന്ന് അദ്ദേഹം പറഞ്ഞ വലിയൊരു വാക്കുണ്ട്. അതായത് അത് പറഞ്ഞ സാധാരണ രീതിയിൽ യുദ്ധത്തിന്റെ ആദ്യത്തെ കാഷ്വാലിറ്റി സത്യമാണ്, പക്ഷെ ഞാൻ പറയുന്നു യുദ്ധത്തിന്റെ ആദ്യത്തെ കാഷ്വാലിറ്റി കുട്ടികളാണ് എന്നാണ്. അപ്പൊ അവിടെയും സെലൻസ്കിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന്റെ ആ ഒരു ചിന്താ രീതി. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ആ സംസ്കാരത്തിന്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളൊരു സൂപ്പർ പവർ ആവുന്നത് നമ്മൾ ഒരിക്കലും പറയാറില്ല. നമ്മൾ വിശ്വഗുരു എന്നുള്ള രീതിയിലേക്ക് പറയുമ്പോൾ തന്നെ അതിനെ തന്നെ പലരും പല രീതിയിലാണ് കാണുന്നെങ്കിൽ തന്നെയും നമ്മൾ ഒരിക്കലും ഭാരതം ഒരു സൂപ്പർ പവർ ആവുന്നു എന്ന് ഒരിക്കലും ഒരാൾ പോലും ക്ലെയിം ചെയ്യാറില്ല.
അതിന്റെ കാരണം സൂപ്പർ പവർ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ അടിച്ചമർത്തുക എന്നുള്ള രീതിയാണ്. ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ കൈ പിടിച്ച് മുകളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അത് പ്രത്യേകിച്ച് നോളജ് കൊടുത്ത് ജ്ഞാനം കൊടുത്തിട്ടാണ് മറ്റുള്ളവരെ പുറത്തേക്ക് കൊണ്ടുവരിക, മറ്റുള്ളവരെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് മാറ്റാൻ ഉള്ളൊരു ശ്രമം നടത്തുക. അങ്ങനെയാണ് ഭാരതത്തിന് ഈ ഒരു കൾച്ചറിന്റെ ബേസിസിൽ ഇത്രയും ശക്തിശാലിയായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു പ്രൈം മിനിസ്റ്റർ, ഒരു വളരെ വളർച്ച അല്ലെങ്കിൽ വേഗം വളർന്ന ഒരു രാജ്യത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ചെല്ലുമ്പോൾ ഇതെല്ലാം തീർച്ചയായിട്ടും അൺനോട്ടീസബിൾ അല്ല. അത് സെലൻസ്കിയെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ അദ്ദേഹം വിശ്വസിക്കുന്നത് ഈ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ അത് പ്രൈം മിനിസ്റ്റർ മോദിയുടെ ലീഡർഷിപ്പിൽ ആയിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യത. അതല്ലെങ്കിൽ വളരെ പാടായിരിക്കും. കാരണം ഈ ഇന്നത്തെ അവസ്ഥയിൽ വേറെ ഒരു ലീഡറും ഈവൻ ഡൊണാൾഡ് ട്രംപ് വന്നാൽ തന്നെയും വളരെ പാടായിരിക്കും. കാരണം ഈവൻ ഓഫ്കോഴ്സ് അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ട് ശൈലിയിലൊക്കെ പോകാൻ ചെയ്യുമെങ്കിൽ തന്നെയും, പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ആയിട്ട് രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ഈ ഒരു വിശ്വാസ്യത, ഒരു ട്രസ്റ്റ് ഫാക്ടർ ഉള്ള ഒരേ ഒരു നേതാവ് ഇന്ന് അതുകൊണ്ടാണല്ലോ ബൈഡൻ പോലും പ്രകീർത്തിച്ച് തന്നെ പറഞ്ഞത്, ഈ ഇടപെടലിനെ, മധ്യസ്ഥത മുന്നോട്ട് വയ്ക്കുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് ജോ ബൈഡൻ പോലും പറഞ്ഞത് അതുകൊണ്ടായിരിക്കുമല്ലോ. ശ്രീ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ, ഈ വിശ്വഗുരു എന്നൊരു കൺസെപ്റ്റിന് ഡോക്ടർ മോഹൻ വർഗീസും റിട്ടയർഡ് കേണൽ എസ് ഡിന്നിയും പറഞ്ഞു വച്ച ഒരു അടിവരയിട്ട ഒരു വാക്കുണ്ട്, സാംസ്കാരിക ശക്തി. എത്രയോ കാലങ്ങളായി നമ്മൾ ആർജിച്ചു വന്ന ഒരു സാംസ്കാരിക കരുത്ത്. അതായത് വാക്കുകളാൽ പ്രകീർത്തിക്കപ്പെടുന്ന ഒരു കാര്യം മാത്രമല്ല നരേന്ദ്രമോദി വിശ്വഗുരു എന്നത്, അല്ലെങ്കിൽ ഭാരതം വിശ്വഗുരു എന്നത്. അതിന് സാംസ്കാരികമായി ഇടപെടേണ്ട ഘട്ടങ്ങളിൽ ഇടപെടേണ്ട രീതിയിൽ ഇടപെട്ട് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു രീതി, ഒരു ശൈലിയുണ്ട് അല്ലേ? കൃഷ്ണരാജ്, ഞാൻ അവിടത്തേക്കായിരുന്നു വന്നത്. അത് വളരെ മനോഹരമായിട്ട് മോഹൻ വർഗീസ് സാർ ചൂണ്ടിക്കാണിച്ചു. നോക്കൂ, യുദ്ധരംഗത്ത് ഭാരതത്തിന് തനതായ ചില പൈതൃകങ്ങളും ചില സന്ദേശങ്ങളും ലോകത്തിന് മുമ്പാകെ നൽകിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഭാഷണം അവസാനിപ്പിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഓരോ സന്ദർഭത്തിലും അല്ലെങ്കിൽ ഓരോന്നിനും ഓരോ നിമിത്തമുണ്ട്, ഓരോ സന്ദർഭമുണ്ട്. അത് കൃത്യമായി ഗീത ഉപദേശ രംഗത്തെക്കുറിച്ച് നമുക്ക് ഓർക്കാം. റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് വർഷം 2.5 ഏതാണ്ട് അർജുനന്റെ അഹങ്കാരത്തോടെയായിരുന്നു രണ്ട് ലോകരാജ്യങ്ങളും 2.5 വർഷം മുമ്പ് ഈ രംഗത്തേക്ക് ഇറക്കിയത്. ആ സമയത്ത് അർജുനൻ ഏത് രൂപത്തിലാണോ അഹങ്കാരിയായി ആയുധങ്ങളുടെ സജ്ജീകരണം കൊണ്ട്, തൻ്റെ പരിശീലനം കൊണ്ട് ലോകത്ത് തനിക്ക് കീഴടക്കാൻ ഒന്നുമില്ല എന്നുള്ള ബോധ്യത്തോടു കൂടിയിട്ട് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ആ ചർച്ചയിലേക്ക് മുന്നോട്ട് പോയി. പക്ഷെ നമുക്കറിയാം ഉണ്ടായത് എന്താണ്. ആ യുദ്ധരംഗത്ത് തൻ്റെ അഹങ്കാരം ശമിച്ച മുഹൂർത്തത്തിലാണ് അദ്ദേഹം കൃത്യമായിട്ട് ഒരു സന്ദേശം ലോകത്തിനും അർജുനൻ നൽകാൻ വേണ്ടി എടുത്തത്. അതുമാതിരിയുള്ള ഒരു സന്ദർഭമാണ് ഇപ്പോൾ അങ്ങ് ഇരിഞ്ഞു കളയാമെന്ന മോഹത്തോടെ മുന്നോട്ട് വന്ന അഹങ്കാരമായ റഷ്യയും യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണയോടെയും ആയുധത്തിന്റെ സഹായത്തോടെയും തങ്ങളെ സഹായിക്കാൻ സാധിക്കുമെന്നുള്ള യുക്രൈന്റെ മോഹത്തിനും ഒരു നിമിത്തമായി ഭാരതം മാറുന്നു. മറ്റൊന്നുകൂടിയുണ്ട് ഇവിടെ കൂട്ടിച്ചേർക്കാൻ. പ്രധാനമന്ത്രി ഒരു കാര്യം കൂടി പറഞ്ഞു, ഇത് യുദ്ധത്തിന്റെ യുഗമല്ല, യുദ്ധന്റെ നാടാണിത്. ഭാരതം ശക്തി സംഭരിക്കുന്നത് യുദ്ധമുഖത്ത് തങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കാനല്ല, ലോക സമാധാനത്തിന്റെ സന്ദേശം പകരാനുള്ള കരുത്താണ് ഭാരതം ആർജിക്കുന്നത്. ഇത് യുദ്ധത്തിന്റെ യുഗമല്ല, ഇത് സമാധാനത്തിനു വേണ്ടിയുള്ള കരുത്താർജിക്കേണ്ടതാണ്. ഈ യുദ്ധരംഗത്ത് നമ്മൾ പാലിക്കേണ്ടത് ബുദ്ധന്റെ സന്ദേശമാണ്. കാരണം യുദ്ധത്തിലൂടെ രാജ്യം എന്ത് നേരും. എൻ്റെ ഓർമ്മയിൽ UN ഇപ്പോൾ പറയുന്നത് 5 ലക്ഷത്തോളം മുറിവേറ്റപ്പെട്ടവരോ കൊല്ലപ്പെട്ടവരോ ആണ് യുക്രൈൻ യുദ്ധത്തിന്റെ, റഷ്യൻ യുദ്ധത്തിന്റെ ഇന്നത്തെ സന്ദേശം എന്ന് പറയുന്നത്. അതോടൊപ്പം ആ യുദ്ധത്തിന്റെ അലിയൊലികൾ കേവലം 2 രാഷ്ട്രങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. സാർവദേശീയ രംഗത്ത് തന്നെ ഇരു രാജ്യങ്ങളും ഉണ്ടാക്കിയിരിക്കുന്ന യുദ്ധത്തിന്റെ കെടുതികളും പ്രവർത്തനങ്ങളും ലോകത്തിന്റെ മുഴുവൻ തലങ്ങളിലേക്ക് തടയുന്നു. അവിടെയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്, ഇത് കൃത്യമായിട്ട് ഭാരതത്തിന്റെ സാംസ്കാരികതയിൽ ഊന്നി നിന്നിട്ടുള്ള, ഭാരതത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഊന്നി നിന്നിട്ടുള്ള ലോകത്തിന്റെ മുമ്പിലേക്കുള്ള ഭാരതത്തിന്റെ കൃത്യമായ സന്ദേശമാണ്. ഒന്നുകൂടി പറയാതിരിക്കാൻ നിർവാഹമില്ല. മോദിയുടെ വ്യക്തിപ്രഭാവം, ഇൻഡിവിജ്വാലിറ്റി, ജയശങ്കറിനെ പോലെയുള്ള ആളുകളുടെ ധിഷണാശാലിത്വം, അതോടൊപ്പം അജിത് ഡോവലിനെ പോലെയുള്ള ആളുകളുടെ അനുഭവ സമ്പത്ത്, അവർ ആർജിച്ചിരിക്കുന്ന ജീവിതത്തിന്റെ പ്രത്യേകതകൾ, അതോടൊപ്പം ഇതൊക്കെ കൂട്ടിയിണക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ അകൈതവും അസാധ്യവുമായ നേതൃത്വം,
രാജ്യത്തിന്റെ താല്പര്യത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് ഇത്തരം സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്താനുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിത്വം, ഇതെല്ലാം ഈ യുദ്ധത്തിന്റെ പരിസമാപ്തിക്ക് ഏതാണ്ട് സമയമായി തേർത്തട്ടിൽ ക്ഷീണിച്ചു നിന്ന അർജുനന് ഗീതോപദേശം നൽകി അദ്ദേഹത്തെ കർത്തവ്യനിരതനാക്കിയ മാതിരിയിൽ ഉക്രൈനെയും റഷ്യയെയും അവർ ഇപ്പോൾ ഏതാണ്ട് 2.5 വർഷക്കാലം കൊണ്ട് അവരൊരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു. സമാധാനം, യുദ്ധം ഒന്നിനും പരിഹാരമല്ല, യുദ്ധത്തിന്റെ യുഗമല്ല ഇത്. ബുദ്ധന്റെ സന്ദേശമാണ് ലോകത്തിന് ഇന്ന് കരണീയമായിട്ടുള്ളത്. അത് ലോകരാജ്യങ്ങളുടെ കൂടെ പിന്തുണയോട് കൂടിയിട്ട് നടപ്പിൽ വരുത്താൻ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിക്ക് കൃത്യമായ അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും അനുഭവവും തന്റെ ടീമിനെയും സമഞ്ജസിപ്പിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങളെ മുഴുവൻ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരവസരം ഒരുക്കുന്നില്ല ശ്രമത്തിന് ലോക പിന്തുണ കൂടി ആർജിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ സന്ദർഭത്തെ വളരെ കൃത്യമാക്കുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, സമാധാന ശ്രമങ്ങളിൽ ഇന്ത്യ സജീവമായ പങ്കുവഹിക്കാൻ തയ്യാറാണെന്നാണ് വ്ളാഡിമിർ സെലൻസ്കിയോട് നരേന്ദ്രമോദി പറഞ്ഞത്. മറ്റൊരു വരി കൂടിയുണ്ട്, വളരെ ശ്രദ്ധേയം. ഇതിൽ വ്യക്തിപരമായി എന്തെങ്കിലും പങ്കുവഹിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുവെങ്കിൽ ഞാനത് ചെയ്യും സുഹൃത്ത് എന്ന നിലയിൽ എന്നാണ്. അതായത് വ്യക്തിപരമായി ഇടപെടാമെന്ന സന്നദ്ധത നമ്മുടെ പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ ആത്മവിശ്വാസത്തെ നമ്മൾ എങ്ങനെ കാണണം? ശ്രീകൃഷ്ണരാജ്, ഡിപ്ലോമസിയെ 2 രീതിയിൽ നമുക്ക് കാണാം. നയതന്ത്രത്തെ ഒന്ന്, കരിയർ ഡിപ്ലോമാറ്റുകളെ ഉപയോഗിച്ചുകൊണ്ട് ഫോർമൽ ചാനലിൽ മുന്നോട്ട് പോകുന്ന ട്രാക്ക് 1 ഡിപ്ലോമസി. അതാണ് പൊതുവെ കാണപ്പെടുന്ന ഡിപ്ലോമസി. അവർ രാഷ്ട്രീയ നേതാക്കൾ തമ്മിലുള്ള ചർച്ചയ്ക്കുള്ളൊരു വഴി ഒരുക്കുന്നു. അതൊരു ട്രാക്ക് 1 ഡിപ്ലോമസിയാണ്. എന്നാൽ രണ്ടാമതൊരു ഡിപ്ലോമസി കൂടിയുണ്ട്, ട്രാക്ക് 2 ഡിപ്ലോമസി. 2ാം ട്രാക്കിലുള്ള നയതന്ത്രം. ഇവിടെ പേഴ്സണൽ ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സ്പോർട്സ് പേഴ്സൺസിൻ്റെ രൂപമാകാം, സാംസ്കാരിക നായകന്മാരുടെ രൂപമാകാം, രാഷ്ട്രീയ നേതാക്കളുടെ രൂപമാകാം. ഇവിടെയാണ് ഉദാഹരണത്തിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു നയതന്ത്രം. അതിനുള്ള വഴി ഒരുങ്ങണമെങ്കിൽ, മനസ്സുകളിലെ ആ കട്ട പിടിച്ച ഐസ് ഒരുക്കണമെങ്കിൽ വേണ്ടത് എന്താണ്? ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പാക് സന്ദർശനവും പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഇന്ത്യ സന്ദർശനവും. അങ്ങനെ വരുമ്പോൾ ആ ഒരു അതിർവരമ്പുകൾ പയ്യെ മാറുകയാണ്. അപ്പം ഈ ഒരു മനസ്സിൻ്റെ ഒരുക്കൽ ഇത് സാധ്യമാകണമെങ്കിൽ നേതാക്കൾ മനസ്സ് വെക്കണം. ഇവിടെ നരേന്ദ്രമോദി 10 വർഷത്തിലധികമായി പ്രധാനമന്ത്രി പദത്തിൽ. ഇപ്പോൾ ലോകത്ത് ആർക്കും അത്രയും വലിയ ഒരു ജനാധിപത്യ ലോകത്തെ ആർക്കും അമേരിക്കൻ പ്രസിഡന്റിനോ പിന്നെ റഷ്യ ജനാധിപത്യ ലോകം എന്ന് പറയാനാവില്ലല്ലോ. ഈ അമേരിക്കൻ പ്രസിഡന്റിന് വഹിക്കാനാവാത്ത ഒരു ലോഞ്ചിവിറ്റി ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്നുള്ള നിലയിൽ, വേൾഡ് ലീഡർ എന്ന നിലയിൽ, സ്റ്റേറ്റ്സ്മാൻ എന്ന നിലയിൽ മോദി ആർജിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഭാരതവും വളർന്നു. ഇപ്പം മുൻപുണ്ടായിരുന്ന കാര്യം എന്താണ്? ദുർബലമായ ഭാരതത്തിൻ്റെ അതിശക്തനായ വിശ്വപ്രസിദ്ധനായ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഇപ്പോഴത്തെ പ്രത്യേകത എന്താ? അതിശക്തമായ ഭാരതത്തിൻ്റെ ശക്തനായ പ്രധാനമന്ത്രി. അപ്പോൾ ഈ 2 കാര്യങ്ങളും കൺവേർജ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇന്ന് ഇന്ത്യ ആ സ്റ്റേജിൽ എത്തി നിൽക്കുന്നു. അതുകൊണ്ടാണ് മോദി എന്ന വ്യക്തിക്ക് ഇന്ത്യയുടെ പിൻബലം. ആ പിൻബലം ഞാൻ അടിവരയിട്ട് പറയുന്നു, സൈന്യത്തിൻ്റെയോ സമ്പദ് വ്യവസ്ഥയുടെയോ പിൻബലമല്ല, മറിച്ച് മഹാത്മാഗാന്ധിയും ഗൗതമ ബുദ്ധനും നൽകിയ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സാംസ്കാരിക പൈതൃകത്തിൻ്റെയും പിൻബലമാണ് ആ ധാർമ്മിക ശക്തി. അങ്ങനെ ഒരു ധാർമ്മിക ശക്തിയുള്ള ഒരു നേതാവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാൻ ലോകം കാതോർക്കും. അതുകൊണ്ടാണ് ശക്തരായ നേതാക്കളാണ് സെലൻസ്കിയും പുത്തിനും. ഈ 2 പേരെയും നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് കൊണ്ടുവരാൻ തക്ക ധിഷണാശക്തിയും വൈഭവവും മാത്രമല്ല, മറിച്ച് അർഹത. അതാണ് സാംസ്കാരികമായ ധാർമ്മികമായ അർഹത. അതുകൊണ്ടാണ് മോദി എന്താണ് എന്നോട് ചോദിച്ചത് ഇതാണ്, എന്തുകൊണ്ട് മോദി പ്രസക്തനാകുന്നു, മുൻ പ്രധാനമന്ത്രിമാർക്ക് സാധിക്കാതെ പോകുന്നത്. ഇത് പ്രസക്തമാകണമെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ജിക്സോ പസിൽ കംപ്ലീറ്റ് ആകണം. ആ ജിക്സോ എന്ന് പറഞ്ഞ ഇതാണ്. 1, ഭാരതത്തിൻ്റെ സ്റ്റേച്ചർ അത് എത്തിക്കഴിയുന്നു. 2, വ്യക്തിയുടെ ലോഞ്ചിവിറ്റി ആസ് എ ലീഡർ, വിസിബിലിറ്റി ആസ് എ ലീഡർ, ആക്സെപ്റ്റൻസ് ആസ് എ ഗ്ലോബൽ ലീഡർ അത് എത്തി നിൽക്കുന്നു. ആരും പറയില്ല മോദി ഒരു അക്സെപ്റ്റബിൾ വേൾഡ് ലീഡറാണ്. ഇന്ത്യയിൽ ഒരു പക്ഷേ മോദി വിരുദ്ധനുണ്ടാകാം. ഒരുപക്ഷെ മോദിക്ക് ആഭ്യന്തരമായ മണിപ്പൂർ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിൽ മോദിക്ക് കഴിഞ്ഞില്ല എന്ന് വിമർശനം ഉന്നയിക്കുന്നവരുണ്ടാകാം. ഒരുപക്ഷെ ഇന്ത്യയുടെ നെയ്ബർഹുഡിൽ ചില പ്രശ്നങ്ങളുണ്ട്, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീണിട്ടുണ്ട്, ബംഗ്ലാദേശ് വിഷയം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ചെറിയ തോതിൽ ഇന്ത്യ കൈപൊള്ളിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ടാകാം. പക്ഷേ ഗ്ലോബൽ സിനാരിയോയിൽ ഇന്ത്യ ഒരു ഫാക്ടറാണ്, നരേന്ദ്രമോദി ഒരു ഫാക്ടറാണ്. അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യത്തെ തിരസ്കരിച്ചുകൊണ്ട് നമുക്കിതിനെ കാണാനാവില്ല. എന്നാൽ ഞാൻ പറഞ്ഞ ജിക്സോയിൽ കളങ്ങളിൽ കണ്ണികൾ കറക്റ്റ് പ്ലേസിൽ വെക്കണമെങ്കിൽ 2 കടലാസ കഷ്ണങ്ങൾ ഇപ്പോൾ മോദിയുടെയും
വിദേശകാര്യ മന്ത്രി ജയശങ്കറുടെയും വിദേശകാര്യത്തിൻ്റെ ചുമതലയുള്ള നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവലിൻ്റെ മുമ്പിലുണ്ട്. അത് ഒന്ന് റഷ്യ കൊടുത്ത കടലാസ കഷ്ണമാണ്. റഷ്യയുടെ ആശങ്കകൾ, പരാതികൾ, പരിഭവങ്ങൾ എല്ലാം ആ കടലാസിലുണ്ട്. അതേപോലെ തന്നെ സെലൻസ്കി ഉക്രൈൻ കൊടുത്ത മറ്റൊരു കടലാസ കഷ്ണമുണ്ട്. അതിൽ പറയുന്ന ആശങ്കകൾ, ഈ ആശങ്കകൾ പരിഹരിക്കണമെങ്കിൽ റഷ്യയും ഉക്രൈനും മാത്രം സംസാരിച്ചാൽ മതിയാവില്ല. ശ്രീകൃഷ്ണരാജ്, അവിടെയാണ് പാശ്ചാത്യ ലോകത്തെ കൂടെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് മാത്രമേ സംസാരിക്കാനാവൂ. ആര് ചെയ്യും? ചൈന അംഗീകരിക്കുമോ? അമേരിക്ക അംഗീകരിക്കുമോ ചൈന മധ്യസ്ഥത വഹിക്കാൻ? അല്ലെങ്കിൽ ചൈന അമേരിക്കയെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് ഇതിലേക്ക് വരാൻ സമ്മതിക്കൂ? അമേരിക്കയ്ക്ക് വളരെ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇറാനെയും സൗദിയെയും ഒരുമിച്ച് നെഗോഷിയേറ്റിംഗ് ടേബിളിൽ ചൈന കൊണ്ടുവന്ന് അവർ തമ്മിൽ സന്ധിയായി. ഷിയ ഇറാനും സുന്നി സൗദിയും തമ്മിൽ സന്ധിയായതിൻ്റെ പിന്നിൽ ചൈനയാണ്. അമേരിക്കയ്ക്ക് ഒട്ടും സ്വീകാര്യമല്ല. പക്ഷെ ചൈന അല്ല ഇന്ത്യ. അമേരിക്കയ്ക്ക് കൂടി യൂറോപ്യൻ സമൂഹത്തിന് കൂടി സ്വീകാര്യമായ ഒരു രാജ്യമായി ഇന്ത്യ വളർന്നതിന് പിന്നിൽ തീർച്ചയായും നരേന്ദ്രമോദിയുടെ ഈ ഹാർഡ് ഡിപ്ലോമസി ഉൾപ്പെടെ, അതാണ് പേഴ്സണൽ ഫാക്ടർ. നമ്മുടെ കാര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ താല്പര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ആലിംഗനം ചെയ്യുന്നതിന് ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റിക്ക് അതീതമായ ഒരു ഊഷ്മളതയും സൗഹാർദ്ദവും ഒരു സംസ്കാരത്തിൻ്റെ മുഴുവൻ പിൻബലവും എന്നതാണ്. ഒരു ഹസ്തദാനം മതി, അല്ലെങ്കിൽ ഒരു കൂപ്പുകൈ മതിയാകും. പക്ഷേ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ആലിംഗനം ചെയ്ത അതേ കരങ്ങളാണ് ഉക്രൈനിയൻ പ്രസിഡന്റ് വൊലോദിമിർ സെലൻസ്കിയെയും പുത്തിനെ ആലിംഗനം ചെയ്ത അതേ ഊഷ്മളതയിലാണ് സെലൻസ്കിയെയും മോദി ആലിംഗനം ചെയ്തത്. അവിടെയാണ് അർഹത, നിഷ്പക്ഷത, അല്ലെങ്കിൽ സാംസ്കാരികമായ ഒരു തണൽ അവിടെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് വൈ മോദി എന്നതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഇന്ത്യയുടെ വലിപ്പത്തോടൊപ്പം തന്നെ സാംസ്കാരിക പൈതൃകത്തോടൊപ്പം തന്നെ ലോകരാജ്യങ്ങളുടെ അംഗീകാരം, പാശ്ചാത്യ ലോകത്തിൻ്റെ അംഗീകാരം. റഷ്യ ആവശ്യപ്പെടുന്നത് എന്താണ്? റഷ്യ ആവശ്യപ്പെടുന്ന ചില ഉറപ്പുകളാണ്. നെയ്റ്റോയിൽ ഉക്രൈൻ ചേരാൻ പാടില്ല. ഒരുപക്ഷെ സംഭവിച്ചിരിക്കും, ചേരാൻ ഒരുപക്ഷെ താല്പര്യമില്ല എന്ന് ഉക്രൈൻ ഒരുപക്ഷെ ആ സംസ്ഥാന ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞെന്നിരിക്കും. പിന്നെ യൂറോപ്യൻ സമൂഹത്തിൽ ചേരാം, എന്നാൽ നെയ്റ്റോ എന്ന അമേരിക്കൻ സൈനിക സഖ്യത്തിൽ ചേരുന്നില്ല എന്ന വ്യക്തമായ ഉറപ്പ് അത് ഉക്രൈന് കൊടുക്കാൻ സാധിക്കണമെങ്കിൽ അമേരിക്ക കൂടി പറയണം, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനും കൂടി പറയണം. വേണ്ട, ഉക്രൈൻ്റെ പാട് നോക്കട്ടെ. അതാണ് ഒരു റഷ്യയുടെ കൺസേൺ. ആ കൺസേണിൽ നിന്നുകൊണ്ടാണല്ലോ ആക്രമണം ഉണ്ടായത്. അതുപോലെ ഉക്രൈൻ്റെ കൺസേൺ എന്താണ്? റഷ്യ ഇപ്പോൾ പിടിച്ചു വച്ചിരിക്കുന്ന അതിലൊരു നല്ല ഭാഗം 20% ഉക്രൈൻ ടെറിട്ടറി റഷ്യയുടെ കയ്യിലാണ്. ഡൊണറ്റ്സ്ക്, ലുഹാൻസ് എന്നീ കിഴക്കൻ പ്രവിശ്യകളും അതുപോലെ ക്രൈമിയ, നേരത്തെ തന്നെ പിടിച്ചെടുത്തതാണ് ക്രൈമിയ എന്ന പെനിൻസുലയും, ഇതെല്ലാം റഷ്യയുടെ കയ്യിലാണ്. അങ്ങനെ 20% വരുന്ന ആ പ്രദേശത്തിൽ 16-17% റഷ്യൻ ജനതയാണ്. റഷ്യൻ വംശജരായ, സ്ലാവിക് വംശജരായ ആളുകളാണ് അവിടെ മഹാഭൂരിപക്ഷം. ഇവിടെ നെഗോസിയേഷൻ ആവശ്യമുണ്ട്. അത് വിട്ടുകൊടുക്കില്ല എന്ന് റഷ്യ പറയുമ്പോഴും ആ ഏതെങ്കിലും ഒരു പ്രത്യേക വർഷം വെച്ചുകൊണ്ട് ആ ഒരു ലൈൻ ഓഫ് ഡിമാർക്കേഷൻ ഉണ്ടായേ പറ്റൂ. വിശദമായ ചർച്ചകൾ ഉണ്ടാകണം. അത് റഷ്യ ഉക്രൈനും തമ്മിൽ നേരിട്ട് സംസാരിച്ചെങ്കിലേ പറ്റൂ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വർഷത്തെ കട്ട് ഓഫ് ലൈൻ ആക്കി വെച്ചുകൊണ്ട് ആ ഒരു വിഷയത്തിൽ തീർച്ച ഉണ്ടാകണം. അവിടെ പാശ്ചാത്യ ശക്തികൾ ഇടപെടാൻ പാടില്ല. ആ പാശ്ചാത്യ ശക്തികളെ മാറ്റി നിർത്തുക എന്നതാണ് ഇന്ത്യയുടെ ദൗത്യം. അത് മറ്റൊരു രാജ്യത്തിന് സാധിക്കാത്തത് ഇന്ത്യക്ക് സാധിക്കും. അതായത് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ സന്ദർശിക്കുന്ന സമയത്ത് റഷ്യ പറഞ്ഞിരുന്നു താൽക്കാലികമായി ഈ സന്ദർശന സമയത്ത് വെടിനിർത്തുന്നു എന്ന്. അതായത് മോദിയെ കണ്ട പാടെ, മോദിയെ അടുത്തറിഞ്ഞ പാടെ, മോദിയൊന്ന് ആലിംഗനം ചെയ്ത പാടെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമാധാനമെന്ന കൺസെപ്റ്റ് രൂപപ്പെടുകയാണ്. എങ്ങനെ? തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ 10 മണിക്കൂറാണ് പ്രൈം മിനിസ്റ്റർ മോദി യുക്രൈനിലേക്ക് ട്രെയിൻ മാർഗം പോയത്. ഒരു യുദ്ധം നടക്കുന്ന മേഖലയിലേക്കാണ് ഒരു പ്രധാനമന്ത്രി പോകുന്നത് എന്ന് മനസ്സിലാക്കണം. കാരണം ഈ യുദ്ധം നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എപ്പോ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. റഷ്യ യെസ് കറക്റ്റ് ആണ്, അതെ, അവര് ആ ഒരു പീരീഡിലേക്ക് അവർ അറ്റാക്ക് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ ഒരു അൺറിട്ടൺ എന്നുള്ള രീതിയിലേക്ക് അവർ ചെയ്തിരുന്നു. പക്ഷെ എന്നിരുന്നാലും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഈ ഗ്രൗണ്ടിൽ ധാരാളം ഫോഴ്സസ് ഉണ്ട്. അവിടെ ആരെന്ത് ചെയ്യുന്നതെന്നും നമ്മൾ ഈ മേളിലിരിക്കുന്ന ആളുകൾക്കൊന്നും ചിലപ്പം കൺട്രോൾ കാണത്തില്ല. ആരെങ്കിലും എവിടെന്നെങ്കിലുമൊക്കെ ഏതെങ്കിലും മിസൈൽ ഫയർ ചെയ്യോ എന്തെങ്കിലും, അല്ലെങ്കിൽ അബദ്ധവശാൽ പോവുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ധാരാളം നടക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ യുദ്ധ മേഖല എന്ന് പറയുന്നത്. അവിടെയാണ് 10 മണിക്കൂർ അദ്ദേഹം ട്രാവൽ ചെയ്ത് അവിടെ എത്തുകയും അവിടെ സമയം ചെലവഴിച്ച് അതെല്ലാം പോവുകയും എന്നിട്ടാണ് തിരിച്ചു വരുന്നത്. അവിടെ ചെല്ലുന്നതിന് തന്നെ പ്രൈം മിനിസ്റ്റർ മോദി സംബന്ധിച്ചുള്ള അതൊരു മെസ്സേജ് ആയിരുന്നു. അതായത്
നമുക്ക് എത്രമാത്രം ഈ നമ്മൾ പറയുന്ന കാര്യത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നു എന്നും കൂടെ ഒരു പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വിസിറ്റ് ആയിരുന്നു. കാരണം റഷ്യയുമായിട്ടുള്ള ബന്ധം നമുക്കറിയാം, വർഷങ്ങളോളം ഉള്ള നമ്മളെ ധാരാളം സഹായിച്ചിട്ടുള്ളത്, ഇപ്പോഴും സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ തിരിച്ച് റഷ്യ സഹായിക്കുന്നത്, അതായത് നമുക്ക് ലോ കോസ്റ്റിലാണ് കിട്ടുന്നെങ്കിൽ തന്നെ ഒരു കണക്കിൽ നമ്മൾ തിരിച്ച് സഹായിക്കുകയാണ്. അവർ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധമല്ല യുക്രൈനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം. പക്ഷെ എന്നിട്ടും യുക്രൈനിൽ പോകുന്ന എന്ന് വെച്ചാൽ നമ്മൾ വിശ്വസിക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് വിശ്വസിക്കുന്ന കാര്യത്തിന് അത് ഞാൻ പറയുന്ന മാത്രമല്ല ചെയ്യുന്നു എന്നും കൂടി ഒരു പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം അന്ന് അവിടെ പോയത്. അവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് സെലൻസ്കിക്ക് ഈ ഒരു വിസിറ്റ് കൊണ്ട് ഒരു സമാധാനത്തിലേക്ക് വരാം എന്നുള്ള ഒരു വിശ്വാസം അവിടെ കൂടുകയും അത് കൂടുതൽ ആവുകയും ചെയ്യും. അദ്ദേഹം അതുകൊണ്ട് എടുത്തു പറഞ്ഞു, ഇന്ത്യ ഒരു മുൻകൈ എടുക്കുകയാണെങ്കിൽ ഞാൻ ഡൽഹിയിലല്ല എവിടെ വേണമെങ്കിലും ഞാൻ വരാൻ തയ്യാറാണെന്നുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു ലോങ് ടേം സൊല്യൂഷൻ ഇതിന്റെ വലിയ ഒരു സങ്കീർണമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അത് അത്ര ഈസി ആയിട്ട് കിട്ടത്തില്ല. പക്ഷെ ഏറ്റവും ചെയ്യാൻ പറ്റുന്ന കാര്യം, ഏറ്റവും ആവശ്യമുള്ള കാര്യം ഇന്ന് ഒരു സീസ് ഫയർ ആണ്, ഒരു യുദ്ധവിരാമമാണ്. യുദ്ധവിരാമം ആയാൽ മാത്രമേ അവിടുത്തെ സാധാരണക്കാർക്ക് ജീവിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് മാറും പറ്റൂ. അത് കഴിഞ്ഞിട്ട് പിന്നീട് സമാധാന ചർച്ചയിലൂടെ എത്ര ഭാഗത്തു നിന്ന് റഷ്യ തിരിച്ചു വരണം, അല്ലെങ്കിൽ നാറ്റോയിലേക്ക് ചേരുമോ ഇല്ലയോ എന്നുള്ള തീരും. പക്ഷെ ഏറ്റവും ആദ്യത്തെ കാര്യം യുദ്ധവിരാമമാണ്. ആ യുദ്ധവിരാമത്തിലേക്ക് എനിക്ക് തോന്നുന്നു പ്രൈം മിനിസ്റ്റർ മോദിക്ക് തീർച്ചയായിട്ടും എത്താൻ സാധിക്കും എന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയിൽ വെച്ച് നമുക്ക് അറിയാൻ പറ്റുന്നത്. അത് അങ്ങനെ നടക്കുകയാണ്, അങ്ങനെ നടക്കട്ടെ എന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. അങ്ങനെ നടക്കുകയാണെങ്കിൽ ശ്രീ കൃഷ്ണരാജ്, നമ്മളെയൊക്കെ ഈ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഭാരതത്തിൽ കാണാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരം തന്നെ ആയിരിക്കും. അത് ലോകത്ത് ഇത്രയും വലിയ എനിക്കൊന്ന് വേൾഡ് വാർ 2ാം യുദ്ധം കഴിഞ്ഞ് ഇത്രയും പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു യുദ്ധം നടന്ന് നമ്മൾ അറിവിലില്ല. അങ്ങനെ ഒരു യുദ്ധത്തിന് ഭാരതത്തിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിന്റെ ലീഡർഷിപ്പിൽ ഒരു യുദ്ധവിരാമം നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ നടക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന പോലെ ഭാരതത്തിന്റെ ഈ ഒരു വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ ആ സ്ഥാനം തിരിച്ച് ലോകത്തിന്റെ ആ ഒരു സ്ഥാനത്തേക്ക് തിരിച്ചു വരുന്ന ഒരു വലിയൊരു മേജർ സ്റ്റെപ്പായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ശരി, ശ്രീ TP ജയേന്ദ്രൻ മാസ്റ്റർ, ഈ യുക്രൈനുമായി ഭാരതം നയതന്ത്ര ബന്ധം തുടങ്ങിയിട്ട് ഏകദേശം 30 വർഷമായി എന്നാണ് മനസ്സിലാക്കുന്നത്. റഷ്യൻ അധിനിവേശം തുടങ്ങിയ ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത് ഇതാദ്യമായാണ്. വേണമെങ്കിൽ മാറി നിൽക്കാവുന്ന സമയത്ത്, അതാണ് എടുത്തു പറയേണ്ട കാര്യം. റഷ്യയും യുക്രൈനും അവിടെ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു. യുക്രൈന് പ്രത്യേകിച്ച് കൂടുതൽ നാശനഷ്ടമുണ്ടാകുന്നു, കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നു, ഒക്കെയുമുള്ള ഒരു സമയത്ത്, അതായത് പഴയ ഭാരതത്തിൻ്റെ പരിഗണന നോക്കിയാൽ മാറി നിൽക്കാവുന്ന സമയത്ത്, വേണമെങ്കിൽ മാറി നിൽക്കാവുന്ന സമയത്ത് നരേന്ദ്രമോദി തലയെടുപ്പോടെ തല ഉയർത്തിപ്പിടിച്ച് റഷ്യയിലും യുക്രൈനിലും പോകുന്നു. അതായത് ആ സന്ദർശനത്തിന് പിന്നിൽ കൃത്യമായൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? താങ്കൾ ചൂണ്ടിക്കാണിച്ചതും നേരത്തെ ശ്രീ മോഹൻ വർഗീസും ഡെന്നി സാറും പറഞ്ഞത് അടിവരയിട്ട് പറയുന്നത് ഒരു വിശ്വജേതാവിൻ്റെ അവസ്ഥയിലേക്ക് ഈ ഭാരതത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി കൈപിടിച്ചുയർത്തുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഏറ്റവും ചെറിയ രാജ്യങ്ങൾ മുതൽ ബ്രൂണൈ ഉൾപ്പെടെയുള്ള കൊച്ചു രാജ്യങ്ങൾ മുതൽ ഭാരതം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുമായി നല്ല ബന്ധം പങ്കിടുകയും ആ രാജ്യങ്ങളുടെയും ഭാരതത്തിൻ്റെയും ഗുണപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന അനുഭവമാണ് പ്രധാനമന്ത്രി മുൻപോട്ട് വെച്ചത്. നോക്കൂ, ഇതേമാതിരി തന്നെയായിരുന്നു, ഒരുപക്ഷെ ഇതിനേക്കാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അദ്ദേഹം അധികാരമേറ്റെടുത്ത് 2014 സെപ്റ്റംബർ മാസം യമനിലുണ്ടായ ആഭ്യന്തര യുദ്ധം. ആ യുദ്ധരംഗത്ത് യമനിൽ കുടുങ്ങിപ്പോയ വിദേശ രാജ്യങ്ങളൊക്കെ അവിടെ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ നടത്താൻ ലോകത്തിലെ ആരുണ്ട് എന്നുള്ള പരസ്പരം ചോദ്യം ഉന്നയിക്കുന്ന ഒരു മുഹൂർത്തത്തിലാണ് അവിടുത്തെ ഇരുവിഭാഗവുമായി നല്ല നയതന്ത്ര ബന്ധം ആർജിക്കുകയും ഭാരതത്തിൻ്റെ വിമാനങ്ങളെ, യുദ്ധവിമാനങ്ങളെ യുദ്ധരംഗത്ത് ഇറക്കി പാകിസ്ഥാൻ, ശ്രീലങ്ക ഉൾപ്പെടെ ലോകത്തെ 28ഓളം രാജ്യങ്ങളിലെ പൗരന്മാരെ, അന്ന് നല്ല ബന്ധത്തിലല്ല ഭാരതവും പാകിസ്ഥാനും എന്ന് നമ്മൾ ഓർക്കണം, എന്നിട്ട് പോലും ആ യുദ്ധമുഖത്ത് നിന്നും ഭാരതത്തിന്റെ ദേശീയ പതാകയുടെ തണലിൽ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളിലെ ആവശ്യമുള്ള ജനതയെ രക്ഷിച്ചെടുത്ത് ഈ ആഭ്യന്തര യുദ്ധത്തുള്ള സുന്നി ഷിയ വിഭാഗങ്ങളെ ഒരുപോലെ നയതന്ത്ര രംഗത്ത് ചേർത്ത് പിടിച്ച്
അവിടെ വിശ്വാസം ആർജിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചു. ഭാരതത്തിന്റെ സ്വരത്തിന് ഇന്ന് കനം വന്നിരിക്കുന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ വാക്കുകൾക്ക് ലോകം ശ്രദ്ധിക്കുമായിരുന്നില്ല. പക്ഷെ ഇന്ന് ഇതല്ല. ലോകത്തുള്ള ഓരോ സ്പന്ദനത്തിലും ഭാരതത്തിന്റെ അഭിപ്രായം ആരായാൻ ലോകം ഇന്ന് കാതോർത്തിരിക്കുന്നു. അത് ലോകത്തിന്റെ പവർ ഗ്രൂപ്പായാലും ബ്രിക്സ് രാജ്യങ്ങളായാലും ഭാരതത്തിന്റെ അയൽപ്രദേശങ്ങളായാലും വൻശക്തികളായാലും ഒരു കാര്യം ശരിയാണ്, ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ വ്യക്തിത്വം, അദ്ദേഹത്തിന്റെ ക്രാന്തദർശിത്വം, അദ്ദേഹത്തിന്റെ ആസൂത്രണം, അദ്ദേഹത്തിന്റെ വിഷയത്തോടുള്ള പ്രതിബദ്ധത, അതോടൊപ്പം ആത്മവിശ്വാസം തുടിക്കുന്ന അദ്ദേഹത്തിന്റെ മുഖഭാവങ്ങൾ, ഓരോരുത്തരോടും ഇടപെടുന്ന രീതികൾ, ഇതൊക്കെ തന്നെ താങ്കൾ ചൂണ്ടിക്കാണിച്ച മാതിരിയിൽ ഓരോ ചുവടുവയ്പും കൃത്യമായ കണക്കുകൂട്ടലിലൂടെ തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മുൻപോട്ട് പോകുന്നത്. ശരി ശരി ശരി, സമയപരിമിതിയുണ്ട്. അതായത് മോദി റഷ്യയും യുക്രൈനും സന്ദർശിക്കുന്ന സമയത്ത്, യുക്രൈൻ സന്ദർശിക്കുന്ന അതേ സമയത്താണ് പോളണ്ട് സന്ദർശിച്ചത്. നമ്മളിവിടെ ഇരുന്ന് ഇപ്പോഴും പരിഹാസ രൂപേണയെങ്കിലും പോളണ്ടിനെ കുറിച്ചൊരു അക്ഷരം മിണ്ടരുത് എന്ന് പറയുന്ന സമയത്താണ് പോളണ്ട് ഇന്ത്യയെക്കുറിച്ച് മിണ്ടിക്കൊണ്ടേയിരുന്നത്. അതായത് ഈ ഇന്ത്യയുടെ ക്രിയാത്മകതയെക്കുറിച്ച്, പ്രധാനമന്ത്രിയെക്കുറിച്ച്, റഷ്യ യുക്രൈൻ യുദ്ധം പരിഹരിക്കുന്നതിൽ ഇന്ത്യക്ക് സുപ്രധാന പങ്ക് വഹിക്കാനാകുമെന്ന് പറഞ്ഞത്, മോദിയുടെ യുക്രൈൻ സന്ദർശനം ചരിത്രപരമാകുമെന്ന് പറഞ്ഞതും പോളണ്ടിൻ്റെ രാഷ്ട്രത്തലവൻ ആയിരുന്നു. അതായത് സർവ്വരാഷ്ട്രങ്ങൾക്കും വേണ്ടിവരുന്ന ഒരു നേതാവായി മോദി മാറുന്നു എന്ന സൂചനയാണ്. ഒറ്റ ചോദ്യം, 3 പേർക്കും അതിന് ഉത്തരം പറയാം. അത് അമേരിക്കയെക്കുറിച്ചാണ്. അതായത് അമേരിക്ക, ജോ ബൈഡൻ ഭാരതത്തിൻ്റെ സമാധാന ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അതേസമയം നാറ്റോയ്ക്ക് പിന്നിൽ ഒരു ശക്തിയായി നിന്ന് യുക്രൈന് സഹായം എത്തിക്കുന്നതും അമേരിക്കയാണെന്ന് പരക്കെ പറയുന്നുണ്ടല്ലോ. എന്തായിരിക്കും അമേരിക്കയുടെ അടുത്ത ഗെയിം? ഇതാണ് ചോദ്യം. 3 പേരും 30 സെക്കൻഡ് വീതം സമയമെടുത്ത് മറുപടി പറയണം. ഡോക്ടർ മോഹൻ വർഗീസ്. ലോക പോലീസ് എന്ന നിലയിലെ അമേരിക്കയുടെ സാന്നിധ്യവും റോളും പുനർവിചിന്തനം ചെയ്യാനുള്ള സമയമായി എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്ത് വിഷയം വരുമ്പോഴും പരിഹാരത്തിന് അമേരിക്കയാണ്. അറബ് ഇസ്രയേലി വിഷയമായിക്കൊള്ളട്ടെ, ആഫ്രിക്കൻ രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയമായിക്കൊള്ളട്ടെ, ലോകത്തിൻ്റെ കടിഞ്ഞാൺ പിടിക്കുന്ന ശക്തി എന്ന നിലയിൽ നിന്നും അമേരിക്ക പിന്നോട്ട് പോയിരിക്കുന്നു. ആ യാഥാർത്ഥ്യം അമേരിക്ക മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് കുറച്ചുകൂടി ഡൈവേഴ്സിഫൈഡ് ചേഞ്ച് വേൾഡ് ഓർഡർ അമേരിക്ക കൂടി അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് ചെയ്യാൻ ഇതിനൊരു ന്യായമായ റോൾ വഹിക്കാൻ സാധിക്കും. അപ്പോൾ ഭാരതത്തിന് ഈ കാര്യം നിഷ്പക്ഷമായ ഒരു രാജ്യമെന്ന നിലയിൽ, അല്ലെങ്കിൽ ആർജവത്തോടുകൂടി ചെയ്യാനാവുന്ന രാജ്യമെന്ന നിലയിൽ സാധിക്കും. ഉക്രൈൻ വിഷയത്തിൽ, റഷ്യ ഉക്രൈൻ വിഷയത്തിൽ തീർച്ചയായും ഒരു വെടിനിർത്തൽ കൊണ്ടുവരാൻ ഭാരതത്തിൻ്റെ ഇനിഷ്യേറ്റീവിന് സാധിക്കുമെന്ന് റഷ്യയും ഉക്രൈനും അമേരിക്കയും ഇറ്റലിയും ഒരേ സ്വരത്തിൽ പറഞ്ഞു വെച്ചു കഴിഞ്ഞ ആഴ്ചകളിൽ. ഇതാണ് ഭാരതത്തിൻ്റെ ഒരു മെറിറ്റ്. അപ്പം ഇന്ത്യ ഹാസ് അറൈവ്ഡ് അറ്റ് ദി വേൾഡ് സ്റ്റേജ് ഇൻ എ ഹ്യൂജ് വേ. അതായത് ഇന്ത്യക്ക് പിന്നിൽ അണിനിരക്കുന്നു വൻ ശക്തികൾ എന്നറിയപ്പെട്ടിരുന്ന രാഷ്ട്രങ്ങൾ, അല്ലേ ശ്രീ എസ് ഡിന്നി? തീർച്ചയായിട്ടും. ഇതിനകത്ത് അമേരിക്കയെ സംബന്ധിച്ചോളം അമേരിക്കയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് ഒപ്പീനിയൻ, അവിടുത്തെ പബ്ലിക് ഒപ്പീനിയൻ നമ്മൾ എന്തിനാണ് ഇത്രയും പൈസ ഈ യുക്രൈൻ യുദ്ധത്തിലേക്ക് കൊടുക്കുന്നു എന്നുള്ള ഒരു പബ്ലിക് ഒപ്പീനിയൻ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമുക്കറിയാം ജോ ബൈഡൻ വരെ ഈ പൈസ കൊടുക്കാൻ കുറച്ച് പിടിച്ചു വെച്ചിട്ടാണ് പിന്നീടാണ് അദ്ദേഹം അത് റിലീസ് ചെയ്തത്. അപ്പൊ പബ്ലിക് ഒപ്പീനിയൻ ഈ യുക്രൈൻ വാർ തുടർന്നിങ്ങനെ പോകുന്നതിനകത്ത് താല്പര്യമില്ല. പക്ഷേ US-നെ സംബന്ധിച്ചാലും അമേരിക്കയെ സംബന്ധിച്ചോളം എങ്ങനെയാണ് റഷ്യ എടുത്ത് പോയി പറയുക, അല്ലെങ്കിൽ ആര് പറഞ്ഞ, ഇപ്പൊ അമേരിക്ക പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റഷ്യ കേൾക്കത്തില്ല. അപ്പം ചൈന എടുത്തും പറയാനുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല US-ൽ. അങ്ങനെ നോക്കുമ്പം ഇന്ത്യ മാത്രമേ ഉള്ളൂ അവർ ട്രസ്റ്റ് ചെയ്യുന്നത്. അതായത് റഷ്യയിലേക്ക് പ്രൈം മിനിസ്റ്റർ മോദി വിസിറ്റ് നടത്തിയപ്പം വൈറ്റ് ഹൗസിലെ സ്പോക്സ് പേഴ്സൺ അവിടെ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾ ഇന്ത്യ വളരെ അടുത്ത സുഹൃത്തുക്കളാണെന്നുള്ള പറയുന്നത്, സ്ട്രാറ്റജിക് പാർട്ട്ണർ ആണെന്നല്ലോ. എന്നിട്ട് നോക്കൂ, ഇന്ത്യ അവിടെ റഷ്യയിലേക്ക് പോവുകയാണ്. അപ്പൊ അവര് പറഞ്ഞ വി ട്രസ്റ്റ് ഇന്ത്യൻസ് എന്നാണ്. അതായത് നമ്മൾ ഇന്ത്യൻസിനെ നമ്മൾ അവരെ വിശ്വസിക്കുന്നു, അവർ പോയാൽ ഞങ്ങളുടെ താല്പര്യങ്ങൾക്ക് അതിന് ഒരു കുറവും വരുത്തില്ല എന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് എന്നും പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് ഒരേ ഒരു രാജ്യം ഈ എല്ലാ ആളുകളുടെ കൂടെ നിൽക്കാം, അവരുടെ ട്രസ്റ്റ് ഒരിക്കലും എന്താ പറഞ്ഞ അതിനെ ഒരു കോട്ടവും വരുത്തില്ല എന്നുള്ള ഒറ്റ ഒരു രാജ്യം ഭാരതം മാത്രമേ ഉള്ളൂ. അതിനെ നയിക്കുന്ന സമയപരിമിതി കൊണ്ടാണ് ഇടപെടുന്നത്. ശ്രീ TP ജയേന്ദ്രൻ മാസ്റ്റർ, അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. 30 സെക്കൻഡ്. ഒരു ലോക ജേതാവിന്റെ, നേതാവ് എന്ന വാക്കല്ല, ഒരു ലോക ജേതാവിന്റെ ആവിർഭാവവും
ആ ലോക ജേതാവിന് സാർവദേശീയമായുള്ള അംഗീകാരവും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ശാക്തിക ചേരിയിൽ വിമുക്തമായ ഒരു മൂന്നാം അച്ചുതണ്ട്, ആ പദമാണ് എനിക്ക് പ്രയോഗിക്കാനുള്ളത്, ഒരു മൂന്നാം കോംപ്രമൈസിംഗ് ആയിട്ടുള്ള സ്വീകാര്യതയുടെ ഒരു അച്ചുതണ്ടിന് രൂപം കൊടുക്കാനും ഇത് ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രങ്ങളുടെയും അംഗീകാരത്തോടെയും പിന്തുണയോടെയും ഭാരതത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇത് നൽകുന്നത്. ശാക്തിക ചേരിക്കും നേതൃത്വം കൊടുക്കുന്ന യുദ്ധക്കൊതിക്കും അന്ത്യം കുറിക്കുകയും ബുദ്ധന്റെ ലോക സമാധാനത്തിന്റെ സന്ദേശം ലോകമെമ്പാടും പരത്തുന്ന തരത്തിലേക്ക് പുതിയൊരു ലോകക്രമത്തിന് നേതൃത്വം കൊടുക്കാൻ നരേന്ദ്രമോദിയുടെ ഭാരതത്തിന് കഴിയുന്നു എന്നുള്ളതാണ് ഇത് നൽകുന്ന സൂചന. ശരി, വെറുതെ ഒരു നേതാവിന് മധ്യസ്ഥനായി ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമോ? അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ചകൾ ലോകം അംഗീകരിക്കണ്ടേ? ലോകത്തിന് അദ്ദേഹത്തിനു മേൽ വിശ്വാസമുണ്ടാകേണ്ടേ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നരേന്ദ്രമോദി. സ്വന്തം രാഷ്ട്രത്തിൻ്റെ സാംസ്കാരിക പൈതൃകം ശരിയായി ഉപയോഗപ്പെടുത്തുന്ന ഒരു നേതാവിന് മാത്രമേ ലോക നേതാവെന്ന നിലയ്ക്കപ്പുറം ലോക ജേതാവായി നിലനിൽക്കാനാകൂ. നരേന്ദ്രമോദിയാണ് അതിനുത്തരം. വളരെയധികം നന്ദി ശ്രീ ടി.പി. ജയേന്ദ്രൻ മാസ്റ്റർ, ഡോക്ടർ മോഹൻ വർഗീസ്, റിട്ടയർഡ് കേണൽ എസ് ഡിന്നി ചർച്ചയിൽ പങ്കുചേർന്നതിന്. ജനൻ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്തേ.